കർത്താവിൻ്റെ ധന്യനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരവും ധന്യമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മോഴ്സി പാസ്റ്ററെ, കുടുംബം, ഈ സഭയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മെ ആത്മനിർവൃത്തിയിലേക്ക് നയിച്ച കൊയർ, നിങ്ങളെല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇവിടെയുള്ള എല്ലാ കർത്തദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനവും സ്നേഹവും പറയുകയാണ്. ആദ്യമായിട്ടാണ് കാനഡയിലേക്ക് ഞാൻ വരുന്നത്. ഒരു ചെറിയ സമയത്തേക്കുള്ള ഒരു ഷോർട്ട് വിസിറ്റായിട്ട് ഈ രാജ്യത്തേക്ക് വരാൻ ദൈവം ഇങ്ങനെ അവസരമൊരുക്കി. ആദ്യമായിട്ട് ഈ രാജ്യത്ത് വന്ന് ആദ്യമായിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു വേദിയാണിത്. പ്രിയ മോൻസി പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പഠനവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമൊക്കെ ഞാൻ നിൽക്കുന്ന ഫെലോഷിപ്പിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ അനുഗ്രഹീതനായ ഒരു സുഹൃത്താണ്. ഞങ്ങൾക്കൊന്നിച്ച് നിൽക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇനി എൻ്റെ അനുഭവങ്ങളോ എൻ്റെ പശ്ചാത്തലങ്ങളോ ഒന്നും പറയാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല. ഞാൻ ഒരു ഒരു സഞ്ചാരി ഉപദേശിയുടെ മകനാണ്. മുഖത്തല എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ സാധാരണക്കാരനായ ഒരു സാധുക്കളായ ഒരു ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെടാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. എൻ്റെ വല്യപ്പച്ചൻ ഒരു മർത്തോമയിലെ ഉപദേശിയായിരുന്നു. എൻ്റെ അപ്പൻ ഇന്നേക്ക് 72 വർഷം മുമ്പ് തൻ്റെ നല്ല പ്രായത്തിൽ, തൻ്റെ യൗവന പ്രായത്തിൽ യേശുവിനെ അറിയാനിടയായി. മുഖത്തലയിലെ ആദ്യത്തെ വിശ്വാസിയായി എൻ്റെ പിതാവ് പെന്തക്കോസ്തലിലേക്ക് വരുമ്പോൾ ആ കാലത്തെ ക്രൂരമായ പീഡനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ എൻ്റെ അപ്പൻ കടന്നുപോയി. ആ അപ്പൻ്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടതാണ് ഈ ഭൂമിയിൽ യേശുവിനെ പ്രസംഗിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഒരു ഭാഗ്യം നൽകിയത്. സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളുണ്ട്. 5 പേരും അത്യാവശ്യം വിദ്യാഭ്യാസവും ഉന്നതമായ ജോലിയും ചെയ്തവരായിരുന്നു. ഞങ്ങളെല്ലാം വിവിധ മേഖലകളിൽ നല്ല ജോലിയിൽ ഒരു കാലത്ത് കർത്താവിനെ സേവിച്ചു വന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വേലയ്ക്കായി ഞങ്ങളെ കർത്താവ് വിളിച്ചപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളിൽ 5 മക്കളിൽ 4 പേരും ഇന്ന് പൂർണ്ണസമയം സുവിശേഷ വേലക്കാരാണ്. ദൈവം ഞങ്ങളെ വിളിച്ച ആ വിളിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങളെ 5 മക്കളിൽ 3 ആൺമക്കളുണ്ട്. 3 പേരും ഇന്ന് സുവിശേഷ വേലക്കാരാണ്. ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പാട്ടുകളും ഞാൻ എഴുതിയ വരികളുമൊക്കെ എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. എത്രയോ സമയങ്ങളുടെന്ന് പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ അതിനകത്തുണ്ട്. കണ്ണുനീരുന്ന് മാറുമോ, വേദനകളും തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങൾ രക്ഷിപ്പാനായി വരണമേ. 96-ൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ വേദനയിൽ പോയപ്പോൾ എഴുതിയ വരികളാണ്. 2004-ൽ ജീവിതത്തിൽ വന്ന കഠിനമായ പ്രതിസന്ധിയിൽ എഴുതിയ വരികളാണ്. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തള്ളിടല്ലേ, ഞാൻ നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ലേ ഈ വേദന. ആ കാലങ്ങളിൽ തന്നെ എഴുതിയ മറ്റൊരു പാട്ടാണ് ആരാധിപ്പാൻ കാരണമുണ്ട്, ഉന്നതൻ നീ അത്യുന്നതൻ തുടങ്ങിയുള്ള മനോഹരമായ ഗാനങ്ങളൊക്കെ. അത് പിന്നത്തേതിൽ ജനം പാടിയതൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിങ്ങളുടെ അടുത്ത് വരാനും കഴിയത്തിൽ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയത്തിൽ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. അവരെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായി തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു സഭയുടെ പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്നു. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ കോട്ടയം കങ്ങഴ എന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി. അവിടേക്കാണ് ഇപ്പോൾ പുതിയ സഭ. അവിടെ ശുശ്രൂഷിച്ച് ഞങ്ങൾ വരുന്നു. സ്തോത്രം. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ അപ്പനെ ഇറക്കി വിട്ടൊരു വീടുണ്ട് മുഖത്തലയിൽ, ഇന്നും പൊളിക്കാത്തൊരു വീടുണ്ട്. ആ വീട്ടിലെ അതിനൊരു തിണ്ണയുണ്ട്. പഴയ വീടുകൾക്കൊരു തിണ്ണയുണ്ട്. ആ തിണ്ണയിലൊരു ആട്ടുകല്ല് കിടപ്പുണ്ട്. ഇന്നും ആ കല്ലെടുത്ത് മാറ്റിയിട്ടില്ല. ആ കല്ലിലാണ് എൻ്റെ ബാല്യകാലവും എൻ്റെ യൗവനകാലവും എൻ്റെ ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ ഞാൻ ഇരുന്നതും വായിച്ചതും പഠിച്ചതും കരഞ്ഞതും വളർന്നതുമൊക്കെ ആ തിണ്ണയിലാണ്. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഒത്തിരി ക്രൂരമായ പീഡനത്തിൽ കടന്നുപോയ കാലഘട്ടത്തിൽ ചോർന്നൊലിക്കുന്ന ഭവനങ്ങളിൽ പാർക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ മൂത്ത മകൻ എന്ന നിലയിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കർത്താവേ, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ചോരാത്തൊരു ഭവനം ഞങ്ങൾക്കുണ്ടാകണം, ചോർന്നൊലിക്കാത്തൊരു ഭവനമുണ്ടാകണം.
ഞാൻ ധാരാളം കഥകളും കവിതകളും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ 16-17 വയസ്സുകൊണ്ട് എഴുതി തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹമായിരുന്നു, കർത്താവേ, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ സേവിക്കാൻ കഷ്ടം സഹിച്ചിറങ്ങിയ ഈ അപ്പൻ്റെ കാലത്തിൽ ഒരു ചോരാത്തൊരു ഭവനം, ഞാൻ ഒരു നല്ല ജോലിയൊക്കെ ദൈവം എനിക്ക് നൽകി. 2000-ൽ മുഖത്തലയിൽ എൻ്റെ അപ്പനെ ഓടിച്ചുവിട്ട നാട്ടിൽ ഒരു വീടിൻ്റെ പണി ആരംഭിച്ചു. 2002-ൽ ആ വീടിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചപ്പോൾ ഞാൻ ആ വീട്ടിൽ കയറി പാർക്കുന്ന ദിവസം ഒരു വലിയ ചടങ്ങൊന്നും വെക്കാതെ എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെ സഭാവിശ്വാസികളുമായി ഒരു പ്രാർത്ഥന കഴിഞ്ഞ്, ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു പ്രാർത്ഥന നടത്തി എല്ലാവരും പോയപ്പോൾ എനിക്ക് പഠിക്കാനും വായിക്കാനും ഒക്കെ അതിനകത്തൊരു മുറി, പണി തീരാത്തൊരു മുറിയാണ്. അതിനകത്ത് കയറി ഒരു പായിട്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂത്തമ്മ കൊച്ചു കുഞ്ഞേ ഒന്നുള്ളൂ, ഞങ്ങൾ അതിനകത്തിരുന്നു കൊണ്ട് കുറേ സമയം ഇങ്ങനെ പ്രാർത്ഥിച്ചു, വചനമൊക്കെ വായിച്ചു. എല്ലാവരും എൻ്റെ ഭാര്യയും കൊച്ചു കുഞ്ഞും പുറത്തേക്ക് മുറിയിലേക്ക് പോയെങ്കിലും ഞാൻ അതിനകത്ത് എഴുതിയിട്ടില്ല. രാത്രിയോളം ഇതിനകത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചും വായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നിറകണ്ണുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു വരിയാണ്, നന്മയല്ലാതൊന്നും ദൈവം ചെയ്തിട്ടില്ല, തിന്മയ്ക്കായിട്ടൊന്നും ഭവിച്ചിട്ടില്ല, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച ദൈവം ഇന്നും നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാൻ എൻ്റെ വരിക്കകത്ത് എൻ്റെ ഡയറിക്കകത്ത് ഇങ്ങനെ എഴുതിയിട്ടു, ഒരു കൊട്ടേഷൻ പോലെ എഴുതിയിട്ടു. അത് കാലം കുറേ കഴിഞ്ഞു, സ്തോത്രം. ഞാൻ പൂർണ്ണ സമയം സുവിശേഷ വേലക്കാരനായി ജോലിയില്ല, രാജിവെച്ച് നാട്ടിലേക്ക് വന്നു. 2007 ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പഴഞ്ഞി എന്ന സ്ഥലത്ത് ചുമ്മാര ഉപദേശം നടത്തുന്ന ഹാപ്പി ഹോമിലെ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ദൈവം എനിക്കൊരവസരം നൽകി. ഒരിക്കലും അർഹതയില്ലാത്ത എന്നെ ആ സുവിശേഷ യോഗത്തിലേക്ക് ദൈവം അയച്ച് ഞാനന്ന് പ്രസംഗിച്ചപ്പോൾ ഒത്തിരി പേർ രക്ഷയിലേക്ക് വരാൻ കരങ്ങളൊക്കെ ഉയർത്തി സ്നാനപ്പെടാൻ ചിലർക്ക് തീരുമാനമെടുത്തു. രാത്രി 12 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറി കൊല്ലത്തേക്കുള്ള യാത്രയിൽ. ആ യാത്രയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ എനിക്ക് അന്ന് ഉറങ്ങാനായിട്ട് പറ്റിയില്ല. ഞാനിങ്ങനെ ദിവസം പ്രാർത്ഥിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വരികൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. കാലം കുറേ കഴിഞ്ഞു, സ്തോത്രം. അടുത്ത വരി, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവ് പോരാ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. അങ്ങനെയാണ് എൻ്റെ 11ാമത്തെ ഓളിയമായ ഒരിക്കലും മാറാത്ത യേശു എന്ന കാസറ്റിലൂടെ, CD-യിലൂടെ ആ പാട്ട് പുറത്തേക്ക് വരുന്നത്. ഒരു പാട്ടിന് അനുഭവം എനിക്ക് പറയണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. എന്നെ കാണാൻ ഒത്തിരി ദൂരത്തുനിന്ന് പ്രിയ കിൻഡനും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫോണിലൂടെ മാത്രമേ ബന്ധപ്പെട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം പറയുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സാധുവായി എനിക്ക് ദൈവം ഒരുക്കുന്ന എല്ലാ വഴികളും ഓർത്ത് കർത്താവിന് നന്ദി പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. മനോഹരമായ ഗാനം പ്രിയ ബ്ലസിൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കൊയർ ഇവിടെ പാടി ഒത്തിരി ആത്മസന്തോഷം തോന്നി. ഈ രാജ്യത്തും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിങ്ങൾക്കൊരവസരം നൽകിയല്ലോ, ഒത്തിരി സന്തോഷം. ഞാൻ ഒത്തിരി വർഷമായി പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനാണ്. ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇവിടെ ആദ്യമായി വരുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒത്തിരി സന്ദേശങ്ങൾ ഇങ്ങനെ കടന്നുപോയി. സ്തോത്രം. ഒത്തിരി സന്ദേശങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്നാൽ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന മറ്റൊരു സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളോട് പറയാം. അവിടെ ക്ലോക്ക് ഞാൻ നോക്കുകയാണ്, കാണുന്നില്ല. എങ്കിലും അടുത്തൊരു കുറേ സമയം നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് നിയോഗം ലഭിച്ച ഭാഗത്തേക്ക് ഞാൻ പോകുന്നു. നമുക്ക് വായിക്കാം. കൊലോസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 19. ആർക്കെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. നമുക്ക് വളരെയധികം വായിക്കാൻ പെട്ടെന്ന് പറ്റുന്നൊരു വാക്യമാണ്. സംസാര ഭാഷയിൽ എഴുതപ്പെട്ടൊരു വാക്യമാണ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി ഒന്നിച്ചൊന്ന് വായിച്ചാലോ? എല്ലാവരും ചേർന്ന് ഒന്ന് വായിച്ചാട്ടെ. തലയായവയിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുശാസ്ത്രപരമായി എഴുതപ്പെട്ട ഒത്തിരി പുസ്തകമുണ്ടെങ്കിലും 2 പുസ്തകം പ്രധാനപ്പെട്ട ക്രിസ്തുശാസ്ത്രപരമായി എഴുതപ്പെട്ട പുസ്തകമാണ്. ക്രിസ്റ്റോളജി. അത് 1 എബ്രായ ലേഖനവും 2 കൊലോസ് ലേഖനവുമാണ്. കൊലോസ് ലേഖനം അപ്പോസ്തലനായ പൗലോസിൻ്റെ 1-ാമത്തെ കാരാഗൃഹവാസത്തിൽ AD 60 മുതൽ 63 വരെ പൊതുതടവിൽ പൗലോസ് കിടക്കുമ്പോൾ എഴുതപ്പെട്ട 4 പുസ്തകങ്ങളിലൊന്നാണ് കൊലോസ് ലേഖനം. കൊലോസ് ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത യേശു ക്രിസ്തു സഭയുടെ തലയാകുന്നു എന്നുള്ളതാണ്. ഈ ലേഖനം ക്രിസ്തുശാസ്ത്രപരമായൊരു ലേഖനമാണ്. കുറേ നേരം നമുക്കൊന്നിച്ച് ഈ വചനത്തിൻ്റെ ചുറ്റാകെ
ഒന്നിരിക്കാനായിട്ട് വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇതിനകത്ത് 4 അധ്യായമേ ഉള്ളൂ എങ്കിലും അതിനകത്ത് 21 പ്രാവശ്യം ആവർത്തിക്കുന്നൊരു പദമാണ് ക്രിസ്തു, ക്രിസ്തു, ക്രിസ്തു എന്ന പദം. 4 അധ്യായത്തിൽ 21 പ്രാവശ്യം ക്രിസ്തു എന്ന പദം ആവർത്തിക്കുമ്പോൾ യേശുവിനെ എത്രമാത്രം നാം ആരാധിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ ലേഖനത്തിൽ നമ്മോട് പറയുകയാണ്. ക്രിസ്തുവിനെ വാനോളം ഉയർത്തുകയാണ് ഈ ലേഖനത്തിലൂടെ. ഇന്ന് പകലും ഈ ആരാധനയിൽ നമുക്ക് ഉയർത്താൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. എത്ര പേർക്കൊക്കെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഇവിടെ ഉയരാനുള്ള നാമം, ഇവിടെ പറയാനുള്ള നാമം, ഇവിടെ ആരാധിക്കാനുള്ള നാമം, ഇവിടെ സ്നേഹിക്കാനുള്ള നാമം ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു നാമമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലെന്ന് പറഞ്ഞേ, യേശു മാത്രം വലിയവൻ, ആമേൻ. യേശു മാത്രം അത്യുന്നതൻ, യേശു മാത്രം സർവശക്തൻ, ആമേൻ. യേശു മാത്രം ശ്രേഷ്ഠനായ ഒരു ദൈവം, ആമേൻ. ഈ തലമുറയിൽ നാം ഭാഗ്യമുള്ള ജാതിയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ എന്ന് പറയുന്നത്, ആമേൻ. യേശുവിനെ ആരാധിക്കുന്നതിൽ സന്തോഷമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിനെ ആരാധിക്കുന്ന തലമുറയാണ് ഭാഗ്യമുള്ള തലമുറ എന്ന് പറയുന്നത്, ആമേൻ. നമ്മുടെ ദൈവത്തെ പോലെ തുല്യനായി, നമ്മുടെ ദൈവത്തെ പോലെ ശ്രേഷ്ഠനായി, നമ്മുടെ ദൈവത്തെ പോലെ ആരാധ്യനായി മറ്റൊരാളും ഇല്ലവേ ഇല്ല. സ്തോത്രം. ഈ ലേഖനത്തിൽ വളരെ ആഴത്തിൽ ഈ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ഈ സഭയെക്കുറിച്ച് നമുക്കറിയാം. കൊലോസി സഭ ഫിലോമോൻ എന്ന് പറയുന്ന സമ്പന്നനായൊരു മനുഷ്യൻ്റെ വീട്ടിൽ എപ്പഫ്രാദിത്തോസിനാൽ ആരംഭിക്കപ്പെട്ട സഭയാണ് കൊലോസ് സഭ. ഈ ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ പാസ്റ്റർ തീത്തോസ് ആയിരുന്നു മനസ്സിലാക്കാനായിട്ട് പറ്റും. തീത്തോസ് വളരെ പ്രഗത്ഭന്മാരായ അനുഗ്രഹീതരായ 2 ഒരു ഫൗണ്ടർ പ്രസിഡൻറ്റും ഒരു പാസ്റ്ററും ഒക്കെ ഉള്ളൊരു സഭ വളരെ വേഗം വളരുകയാണ്. വ്യത്യസ്ത സമൂഹത്തിൽ ഒത്തിരി പേർ ഈ സഭയിലേക്ക് വരുന്നു. കൊലോസി സഭ, ഫിലോമോൻ്റെ വീട്ടിലെ സഭ, ഒത്തിരി പേര് സഭയിലേക്ക് വരിക. ഉമ്രാൻ മതം, ജ്ഞാനമതം, സ്വതന്ത്രവാദികൾ എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ നിന്ന് അനേകം രക്ഷിക്കപ്പെട്ട സഭയിലേക്ക് വരുമ്പോൾ സഭ വളരെ വേഗം വളരുന്നത് കാണാനായിട്ട് പറ്റും. സഭ വളരെ വേഗം വളരുന്നു. എന്നാൽ സഭ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ യേശു ക്രിസ്തുവിൽ നകന്നു പോകുന്നു എന്ന് കാണാനായിട്ട് കഴിയും. പാട്ടുകളും ആരാധനകളും ഒക്കെ ഉണ്ടെങ്കിലും അവർ കർത്താവിൽ നിന്ന് അകന്നുപോയി. യേശു ക്രിസ്തുവിൽ നകന്നു പോകുന്ന കണ്ടപ്പോൾ അവരെ യേശു ക്രിസ്തുവിൽ നകന്നു പോകുന്നത് തിരിച്ചറിഞ്ഞ എപ്പഫ്രാദിത്തോസും തീത്തോസും ഒക്കെ തിരുത്തുകയാണ്. എന്നാൽ അവരെ അതിൽ നിന്ന് വരാൻ തയ്യാറാകാതെ കർത്താവിലേക്ക് വരാൻ മടി കാണിക്കുമ്പോൾ പൗലോസിനെ കാണാൻ ജയിലിലേക്ക് പോകുന്നു. പൗലോസ് ഈ കത്തെഴുതി ഒനോസിമോസിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. യേശു ക്രിസ്തുവിൽ നകന്നു പോകാതെ നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ ലേഖനത്തിൽ അവരോട് അപ്പോസ്തലൻ ആഴമായി പറയുകയാണ്. സ്തോത്രം. അവിടെ പറയുന്നു, യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമെന്ന് അടിവരയിട്ട് അവരെ ഉറപ്പിക്കുകയാണ്. നമ്മുടെ ആരാധനയുടെ ആരംഭ നിമിഷം മുതൽ നമ്മുടെ ആരാധനയുടെ അവസാന നിമിഷം വരെ, ഈ ഭൂമിയിൽ നമ്മൾ പോകുന്ന അവസാന നിമിഷം വരെ നമുക്ക് പറയാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്, ആമേൻ. അങ്ങനെയെങ്കിൽ അതരങ്ങൾ തുറന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, യേശു മാത്രം ആരാധ്യൻ. അതില്ല, അതരം തുറന്ന് പറഞ്ഞേ, അത് പറയാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയത്. യേശു മാത്രം ആരാധ്യൻ, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. നമ്മൾ പാടിയില്ലേ, യേശു മാത്രം അത്യുന്നതനായ ദൈവമാണ്, ആമേൻ. 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ വായിക്കുമ്പോൾ അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, 14-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവശക്തിക്ക് സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. അടുത്ത വായിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത്, അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിൻ്റെയും ആധാരമാകുന്ന ക്രിസ്തു. എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? യേശു മാത്രം സകലത്തിൻ്റെയും ആധാരമാകുന്ന ക്രിസ്തു. 1-ാമത്തേതിൽ അപ്പോസ്തലൻ പറയുന്നു, യേശു സകലത്തെയും ഉണ്ടാക്കി. അവൻ ലോകത്തിൻ്റെ സൃഷ്ടിതാവാണ്, അവൻ ഭൂമിയുടെ സൃഷ്ടിതാവാണ്. ഈ അണ്ടകടക പ്രപഞ്ച സംവിധാനത്തെ മുഴുവൻ ഉണ്ടാക്കിയ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ, ആമേൻ. ഇന്ന് രാവിലെ അതരം തുറന്ന് പറയാമോ, യേശുവാണ് സകലത്തെ ഉണ്ടാക്കിയ ദൈവം, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. അത്രയൊക്കെ ഒന്ന് വാതുറന്ന് പറഞ്ഞാൽ നിന്ന് പകൽ നമ്മൾ ഒന്നിച്ച ദൈവത്തെ ആരാധിക്കുന്നു, ആമേൻ.
യേശുവാണ് സകലത്തെ ഉണ്ടാക്കിയ ദൈവം. ആമേൻ. ചവിട്ടി നിൽക്കുന്ന ഭൂമിയും കാണപ്പെടാത്ത നക്ഷത്രവ്യൂഹങ്ങളും ആകാശവും ഭൂമിയും സൗരയൂഥങ്ങളും മനുഷ്യനും സകലത്തെയും ഉണ്ടാക്കിയൊരു ദൈവമുണ്ട്. അത് ഞാൻ ആരാധിക്കുന്ന യേശുവാണെന്ന് പറയാൻ എത്ര പേര് ഇന്ന് പകൽ തയ്യാറാകും? ആമേൻ. ഒന്നാമത്തേൽ പറയുന്നു, അവൻ സകലത്തിൻ്റെയും ആധാരമാകുന്ന ക്രിസ്തു. ഇന്ന് പകൽ കാനഡയിലാണെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പൈതലെ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞുപോയ ചില വഴികൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ മുമ്പിൽ ഉണ്ടെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സകലത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നാം ആരാധിക്കുന്ന യേശു. ഇന്ന് പകൽ അടഞ്ഞുപോയ വഴികളെ തുറക്കാൻ, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താനും കഴിയുന്ന, ചിലരെ റീക്രിയേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് നാം ആരാധിക്കുന്ന യേശുവാണെന്ന് ഉറപ്പുള്ളവർ അതരങ്ങൾ തുറന്ന് കരകളൊക്കെ ചേർത്തടിച്ച് ആത്മാവിൽ എന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം സകലത്തെ ഉണ്ടാക്കുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ചിലത് അടഞ്ഞു പോയെങ്കിൽ പ്രാർത്ഥിക്കുക. ചിലത് ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. എത്രയൊക്കെ വിശ്വാസമുണ്ട്? ദൈവം ഉണ്ടാക്കാൻ കഴിയുന്നവനാ, ചിലത് സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തേതിൽ വരുമ്പോൾ 2-9 വാക്യത്തിൽ അവൻ അവിടെ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം നാം ആരാധിക്കുന്ന യേശു പൂർണ്ണനായ ദൈവമാണ്. ആമേൻ. ആർക്കും സംശയമുണ്ടോ? പല ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല യേശു. പല ആരാധ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാരാധ്യനല്ല യേശു. ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പറയും, ഞാൻ ആരാധിക്കുന്ന യേശു പൂർണ്ണനായ ദൈവമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും ആച്ഛേദനമില്ലാത്തവനുമായ പൂർണ്ണനായ ദൈവം ഉണ്ടെങ്കിൽ അത് ഞാൻ ആരാധിക്കുന്ന യേശുവാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തേൽ വരുമ്പോൾ 3-1 വാക്യം മുതൽ വായിക്കുമ്പോൾ, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു ക്രിസ്തു. അതിൻ്റെ അർത്ഥം നാം ആരാധിക്കുന്ന യേശു ഏക മധ്യസ്ഥനാണ്. ആമേൻ. പല മധ്യസ്ഥന്മാർക്ക് നമുക്കില്ല, ഒരു മധ്യസ്ഥൻ നമുക്കുള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ. ഞാൻ നിങ്ങളും ഉറങ്ങുമ്പോൾ ഉറങ്ങാത്തവനായി, മയങ്ങുമ്പോൾ മയങ്ങാത്തവനായി നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ഒരു പക്ഷപാതം ചെയ്യുന്ന ഒരു ക്രിസ്തുവുണ്ട്. എത്ര പേര് ഉറക്കെ പറയും, ഓ നമ്മുടെ ദൈവം ഏക മധ്യസ്ഥനാണ്, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപിയോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ, ആകാശമേൽ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് ഏക മധ്യസ്ഥനാണ് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ പക്ഷം പിടിച്ച് നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പക്ഷത്ത് നിൽക്കാൻ ആരുമില്ലെങ്കിലും, ആരെങ്കിലും നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകുകയില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് പകൽ പറഞ്ഞ്, എൻ്റെ പക്ഷത്ത് ദൈവമുണ്ടെങ്കിൽ, എൻ്റെ പക്ഷത്ത് കർത്താവ് ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കർത്താവ് ശക്തനാണെന്ന് ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. 4-1 വാക്യത്തിൽ വായിക്കുന്നു, യജമാനന്മാരെ, നമുക്ക് സ്വർഗത്തിൽ ഒരു യജമാൻ ഉണ്ടെന്നറിഞ്ഞ് ദൈവത്തെ ഭയപ്പെടുവിൻ. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവാണ് അല്ല ഏറ്റവും വലിയ യജമാനൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ യജമാനൻ നമ്മുടെ മുദീറല്ല, നമ്മുടെ യജമാനൻ നമ്മുടെ കമ്പനിയുടെ മുതലാളിയല്ല, നമ്മുടെ യജമാനൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, നമ്മുടെ യജമാനൻ നമ്മുടെ ഭരണകൂട സംവിധാനമല്ല, നമ്മുടെ യജമാനൻ ലോകത്തിന്റെ ഒരു സംവിധാനമല്ല. എൻ്റെ യജമാനൻ ഈ അണ്ടകടാക പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ വലിയ യജമാൻ യേശുവാണെന്ന് ഉറപ്പുള്ളവർ അതരങ്ങൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്, ഈ ഭൂമിയിലെ സകല യജമാനന്മാർക്കും മീതെ യജമാനുണ്ട്. അത് ഞാൻ ആരാധിക്കുന്ന യേശുവാണ്. ആമേൻ. ഇന്ന് പകൽ ഇവിടുന്ന് പോകുമ്പോൾ ആത്മാവിൽ പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. ആരും പ്രേരണയില്ലാതെ പറയണം. അകത്ത് ആത്മസാന്നിധ്യമുള്ളവർ പറയണം, എൻ്റെ കർത്താവ് സകലത്തിൻ്റെയും ആധാരമാകുന്നു, ലോക സൃഷ്ടിതാവാണ്, എൻ്റെ ദൈവം പൂർണ്ണനായ ദൈവമാണ്. ആമേൻ. അത് വാതോർത്ത് പറഞ്ഞാൽ ഇന്ന് പകൽ നിങ്ങളുടെ നാവിൻ്റെ കെട്ടൊക്കെ അഴിഞ്ഞു പോകും. ആമേൻ. തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പോകാൻ ആ പദം പറഞ്ഞാൽ മതി. എൻ്റെ ദൈവം ഏക ദൈവവും സത്യദൈവവും, എൻ്റെ ദൈവവും ലോകരക്ഷിതാവും, എൻ്റെ ദൈവം പൂർണ്ണനായ ദൈവവുമാണ്. ആമേൻ. അല്ല, എൻ്റെ ദൈവം ഏക മധ്യസ്ഥനാണ്, എൻ്റെ ദൈവം വലിയ യജമാനാണ്. ഉറപ്പുള്ളവർ അതരം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാനിവിടെ വായിച്ച വാക്യം ഒന്നും പ്രസംഗിച്ച് തീർക്കാൻ പറ്റുന്ന വാക്യമല്ല.
ഇവിടെ ഇരിക്കുന്ന പ്രവചനം അറിയുന്ന കർത്തദാസന്മാരും പ്രിയപ്പെട്ടവരുമാണ്. എങ്ങും എത്താത്തൊരു വാക്യമാണ് കയറി പിടിച്ചത്. എന്നാലും നിയോഗമ ഭാഗത്തുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. ഞാൻ വായിച്ച വാക്യത്തിൽ 4 പദപ്രയോഗങ്ങളുണ്ട്. 1 തലയായവൻ, 2 ശരീരമാകുന്ന, 3 സന്ധികളും ഞരമ്പുകളും, 4 ദൈവികമായ വളർച്ച. ഇന്ന് പകൽ നിങ്ങളോട് പറയാൻ ഒടുവിലത്തെ പദത്തിൽ നിന്നാണ് എനിക്ക് നിയോഗമുള്ളത്. എന്നാൽ ഈ ലേഖനത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ പറയുമ്പോൾ 1 തലയായവൻ, 2 ശരീരമാകുന്ന. ശരീരം എന്ന് ഇവിടെ പറയുന്നത് സഭയാണ് പറയുന്നത്. എന്താണ് സഭ എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. പ്രത്യേക നിയോഗത്തോടും ദൗത്യത്തോടും കൂടെ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഒന്നിച്ച് കൂടുന്നത് സഭയല്ല, അത് സോഷ്യൽ ഗാദറിംഗ് ആണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവന്റെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. ആമേൻ. സഭ ആരുടേതാണ്? സഭ യേശുവിൻ്റെതാണ് സഭ. ആമേൻ. സഭ യേശുവിൻ്റെതാ. ഫിലിപ്പിൻ്റെ കൈസറിലൂടെ യേശു കടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ ഭരണാധികാരിയെ റോമൻ സാമ്രാജ്യത്തിലെ ദിവന്മാരെ ആരാധിക്കണമെന്ന് നിർബന്ധമുള്ളൊരു കാലഘട്ടത്തിൽ യേശു ഫിലിപ്പിൻ്റെ കൈസർ കടന്നു പോകുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സഭയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ദൂതന്മാരല്ല, സഭയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് പ്രവാചകന്മാരല്ല, സഭയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഒരു രാജാക്കന്മാരുമല്ല. സഭയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് സാക്ഷാൽ ഈശോ മിശിഹായ. പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെട്ടതുമായ ദൈവിക മർമ്മമായ സഭയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ യേശു കർത്താവ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. ആമേൻ. സഭ കർത്താവിൻ്റെതാണ്. ആമേൻ. യേശുവാണ് സഭയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ്റെതാണ് സഭയെന്ന് പറയാൻ കാരണം എന്താ? സഭയുടെ മുതൽ മുടക്ക് കമ്പിയല്ല കേട്ടോ, സഭയുടെ മുതൽ മുടക്ക് സിമെൻ്റ് അല്ല കേട്ടോ, സഭയുടെ മുതൽ മുടക്ക് പോഡിയമല്ല കേട്ടോ, ഇതൊന്നും വേണ്ടെന്നല്ല. സഭയുടെ മുതൽ മുടക്ക് സിസ്റ്റം അല്ല കേട്ടോ, സഭയുടെ മുതൽ മുടക്ക് മൈക്രോഫോൺ അല്ല, ഇത് വേണ്ടെന്നല്ല. സഭയുടെ മുതൽ മുടക്ക് ഇവിടുത്തെ ഒരു സംവിധാനമല്ല. സഭയുടെ മുതൽ മുടക്ക് യേശുവിൻ്റെ ചങ്കിലെ ചോരയാ. പാപരഹിതനായി ജനിച്ച് പാപം കൂടാതെ 33 തിരുവയസ്സ് വരെ ജീവിച്ച് പാപിക്ക് വേണ്ടി കാൽവറി മരിച്ച കുറ്റമില്ലാത്ത രക്തം, ഊനമില്ലാത്ത രക്തം, അതാണ് യേശുവിന്റെ ചങ്കിലെ ചോരയാണ് സഭയുടെ മുതൽ മുടക്ക്. എത്ര വിശ്വാസമുണ്ട് പ്രിയരെ? ആമേൻ. യേശു കാൽവറി മരിച്ചില്ലെങ്കിൽ സഭയൊന്നും ഉണ്ടാകില്ല. ആമേൻ. എത്ര പേർക്കത് ഉറപ്പുണ്ട്? അവർക്കത് സ്തോത്രം ചെയ്യാമോ? യേശു കാൽവറി മരിച്ചത് കൊണ്ടാണ് സഭ ഉണ്ടായത്. യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ സമ്പാദിച്ചതാണ് സഭ. അങ്ങനെ പറഞ്ഞു പോയാൽ എൻ്റെ സന്ദേശത്തിൽ കുറച്ച് ഭാഗമെങ്കിലും പറയാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ശരീരമാകുന്ന സഭ. ആമേൻ. ഈ സഭയെ രക്ഷിക്കപ്പെട്ടത് ആഗോള സഭ, ഇൻ്റർനാഷണൽ ചർച്ച്, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം, യൂണിവേഴ്സൽ ചർച്ച്, അത് രക്ഷിക്കപ്പെട്ട സഭ. എവിടെയെല്ലാം മനുഷ്യൻ ജാതി ഉണ്ടോ, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ, അവിടെയെല്ലാം രക്ഷിക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ ഉറപ്പുള്ള എത്ര പേരുണ്ട്? അത് ഞാൻ വിശ്വസിക്കുന്നയാളാണ്. എവിടെയെല്ലാം മനുഷ്യനുണ്ടോ, മംഗോളിയനാകട്ടെ, സുഡാനിയാകട്ടെ, നോർത്ത് ഈസ്റ്റ് ആകട്ടെ, അമേരിക്കയാകട്ടെ, യൂറോപ്പിലാകട്ടെ, എവിടെയെല്ലാം മനുഷ്യജാതി ഉണ്ടോ അവിടെയെല്ലാം രക്ഷിക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട എല്ലാവരോട് ചേർന്നതാണ് ദൈവത്തിൻ്റെ സഭ. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ആമേൻ. അതാണ് ദൈവത്തിൻ്റെ സഭ. ആ സഭ ഒരു ശരീരമാണെന്നും ആ സഭയ്ക്കൊരു തലയുണ്ടെന്നും അപ്പോസ്തലൻ വചനത്തിലൂടെ നമ്മോട് പറയുന്നു. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ സ്തോത്രം, എന്തായാലും എൻ്റെ മകളുടെയൊക്കെ പ്രായമുള്ളവരേ ഉള്ളൂ. ഞാനിരുന്ന സഭകളിൽ ഉള്ള അത്രയും പ്രായമുള്ളവരൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോട് പറയാം. 98 വയസ്സുള്ള അപ്പച്ചൻ എൻ്റെ ഭാവിയിൽ ഇന്നുണ്ട്. ഞാൻ വിട്ടുപോകുന്ന സഭയിൽ 102 അമ്മച്ചിയുണ്ട്. അത്രയും പ്രായമൊന്നുള്ളവരുടെ ഇല്ല അല്ലേ? മിണ്ടുന്നില്ല. സ്തോത്രം ഒന്ന് പറഞ്ഞാട്ടെ. ഒരു സ്വോത്രമെങ്കിലും വാദം പറ. ഇവിടെ വന്ന് ഹോളി കേട്ടിട്ട് ഒരു സ്വോത്രം പോലും പറഞ്ഞില്ലെങ്കിൽ കർത്താവ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു സ്വോത്രമെങ്കിലും ഇത് പറ. ആമേൻ. ഹല്ലേലൂയ. സ്വോത്രം. ഞാനിപ്പോൾ ലാസ്റ്റ് ടൈമിൽ വിട്ടുപോകുന്ന സഭയുടെ പകുതി ആളുകൾ പോലും ഇവിടെ ഇല്ല. അപ്പോൾ ആ വലിയ സഭയെന്ന് പറയാനോ പ്രായം കൊണ്ട് പറയാനോ ഒന്നും അത്രയൊന്നും എടുത്തി അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കാനഡയിൽ പാർക്കുന്നു, ഞാൻ ഇന്ത്യയിൽ പാർക്കുന്നു, അത്രയേ ഉള്ളൂ. സ്വോത്രം പറയാമോ? മിണ്ടുന്നില്ല. ഉറക്കുന്ന സ്വോത്രം പറഞ്ഞാട്ടെ. എൻ്റെ പ്രസംഗം തീർക്കണമെന്ന് വലിയ പാടെന്ന്, പ്രസംഗം തീർക്കണമെന്ന് ഒരേ ആഗ്രഹമുള്ള ആളല്ല ഞാൻ. പ്രസംഗം തീർത്തിട്ട് ഒരു കാര്യവും ഇല്ല. പറയുന്നത് പറഞ്ഞാൽ മതി. ഉറക്കുന്ന സ്വോത്രം ചെയ്താട്ടെ. ആമേൻ. ഈ സഭ ശരീരമാണെന്നും. ആമേൻ. ഈ സഭ എന്താണ്? അവരവരുടെ ശരീരത്തൊട്ടാട്ടെ, അവരവരുടെ ശരീരത്തിൽ കഴുത്തിന് താഴെ ഈ ശരീരം ഒരു സഭയാണ്. രക്ഷിക്കപ്പെടുന്നവരെ ഓരോരുത്തരും ഈ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ആമേൻ.
ഈ ശരീരമാകുന്ന സഭയ്ക്കൊരു തലയുണ്ട്. അതാണ് തലയായവൻ നിന്നല്ലോ ശരീരം മുഴുവൻ. ഈ രക്ഷിക്കപ്പെട്ട ഈ ശരീരമാകുന്ന സഭയ്ക്ക് എന്തുണ്ട്? ഒരു തല ഉണ്ട്, ഒരു തലയുണ്ട്. തലയെ തൊട്ട് പറ, തലയുണ്ട്. അവരവരുടെ തലയെ തൊട്ടാവും, വേറെ തലയെ തൊടരുത് കേട്ടോ. ഒരു തലയുണ്ട്. ഈ തലയാണ് യേശു ക്രിസ്തു ആകുന്ന തല. നിയന്ത്രിക്കുന്ന, നിയോഗിക്കുന്ന, നടത്തുന്ന, പാടാതിരിക്കാൻ നിങ്ങളോട് പറയുന്ന തല, പാടാൻ പറയുന്ന തല. വേണ്ടുന്നില്ല. രാഷ്ട്രം എത്ര പറഞ്ഞാലും സ്വോത്രം പറയുന്ന അകത്തിരുന്ന് പറയുന്ന തല, പറയാൻ പറയുന്ന തല. വ്യത്യാസമുണ്ട്, രണ്ട് തലയ്ക്ക് വ്യത്യാസമുണ്ട്. സ്വോത്രം ചെയ്താട്ടെ. ആമേൻ, ആമേൻ, കറക്റ്റ്. സ്വോത്രം. ഇവിടെ നിന്ന് ഉപദേശി പ്രസംഗിക്കാം. ഒരു പാച്ചർ വന്നിരിക്കുന്ന ഏതോ ഒരു പാച്ചർ, മുടിയൊക്കെ നിറച്ചൊരു പാച്ചർ, പ്രായമായ ഒരു പാച്ചർ, പുള്ളി പറഞ്ഞ സ്വോത്രം പറയും. ഞാൻ ആരാന്ന് നിങ്ങളുടെ തലയെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന തലയുമുണ്ട്, സ്വോത്രം പറയാൻ പറയുന്ന തലയുമുണ്ട്. ഇതാണ് തല. നിയന്ത്രിക്കുന്ന തല, നയിക്കുന്ന തല, നിയോഗിക്കുന്ന തല, നടത്തുന്ന തല. തല പറഞ്ഞാലേ കൈ അനങ്ങൂ. സ്വോത്രമേ, തല പറഞ്ഞാലേ കാലനങ്ങൂ. തല പറഞ്ഞാലേ സംസാരം വരൂ. തല പറഞ്ഞാലേ കണ്ണു തുറക്കൂ. തലയാണ് നിയന്ത്രിക്കുന്നത്. അതാണ് ക്രിസ്തു തലയാകുന്ന തലയാണ്. ആമേൻ. കൊലോസ്യർ പറയുന്നു, തലയെ മുറുകെ പിടിക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ പെർഫെക്റ്റ് ആക്കണം. തലയായവനാകുന്ന ക്രിസ്തു. ആമേൻ. അവിടെ പറയുന്നു, തലയില്ലെങ്കിൽ ഈ ശരീരം പിന്നെ എന്തിനു കൊള്ളാം? അവിടെ പറയുന്നു, തലയെ നിങ്ങൾ മുറുകെ പിടിക്കണം, ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. ഇന്ന് പകൽ നിങ്ങളോട് പറയാം, ഒരു ദൈവദാസനെ പറയാം, കർത്താവില്ലെങ്കിൽ ജീവിതം പരാജയമാണ്. യേശു ഇല്ലെങ്കിൽ ജീവിതം തോറ്റുപോകും. യേശു ഇല്ലെങ്കിൽ ജീവിതം തകർന്നു പോകും. കുഞ്ഞെ, നിനക്ക് ജീവിതത്തിൽ കണ്ടെത്താനും കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യം യേശുവിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. യേശുവില്ലെങ്കിൽ ജീവിതം പരാജയമാണ്. യേശുവില്ലെങ്കിൽ ജീവിതം വട്ടപൂജ്യമാണ്. യേശുവില്ലെങ്കിൽ ജീവിതം മുടഞ്ഞു പോകും കേട്ടോ. തലയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ ഈ തലമുറയിൽ എത്ര പേർ തയ്യാറാകും? ഇന്ന് പകലെന്ന് പറഞ്ഞ, യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ്റെ ജീവിതം പരാജയമാണ്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ ആരാധിക്കുന്നു, ഞാൻ യേശുവിനെ സ്തുതിക്കുന്നു പറയുന്നവർ അതരങ്ങൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ അധികം ഫലം ഉണ്ടാകും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവില്ലെങ്കിൽ സഭ പട്ടപൂജ്യമാണ്. ആമേൻ. അല്ലയ, തലയെ മുറുകെ പിടിക്കണം. അതാണ് തലയായവൻ. ആമേൻ. ഞാൻ കൊണ്ട് ചോദിക്കട്ടെ, അടുത്തിരുന്ന ആളുടെ മുഖത്തോട് മുഖം നോക്കി ചോദിച്ചാട്ടെ, തലയില്ലെങ്കിൽ പിന്നെ എന്നാത്തിന് കൊള്ളാൻ ചോദിച്ചേ? തൊട്ട് ചോദിക്കേ. തലയില്ലെങ്കിൽ പിന്നെ എന്നാത്തിന് കൊള്ളാം? ഒന്ന് ചോദിച്ചേ. സിസ്റ്റർക്കാരാ, തലയില്ലെങ്കിൽ പിന്നെ എന്നാത്ത് കൊള്ളാം? വല്ലതും കൊള്ളാമോ? കൊള്ളില്ല. തലയിൽ വല്ലത്തിനും കൊള്ളാമോ? മിണ്ടുന്നില്ല. കൊള്ളാമോ? പിന്നെ വീട്ടാ ചീകുന്നേ? എവിട്ടായി ഫയറാവലി ലേഡീസിന് വേറെ, ജെൻസിന് എവിട്ടാ തേക്കുന്നേ? തലയിലെ പിന്നെ എന്നാത്തിന് കൊള്ളേ? കണ്ണാടി തിരിയുന്നിട്ട് വല്ല കാര്യമുണ്ടോ? തലയില്ലാത്ത ശരീരത്തിൽ നമ്മൾ എന്നാ വിളിക്കുന്നേ? ഭാഷ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അതുകൊണ്ടായി നിയോഗം വന്നത്. തലയില്ലാത്ത ശരീരത്തെ നമ്മൾ എന്നാ വിളിക്കുന്നേ? മിണ്ടുന്നില്ല. സ്വയം വിളിക്കേണ്ട, എവിടെങ്കിലുമൊക്കെ നോക്കി വിളിക്കുക. തല ശരീരത്തെ എന്നാ വിളിക്കുന്നേ? തലയില്ലാത്ത ശരീരത്തെ നമ്മൾ എന്നാ വിളിക്കും? ഡെഡ് ബോഡി. അതുകൊണ്ടല്ലേ ഇവിടെ വന്നിട്ടോ അനങ്ങാത്തെ, അകത്ത് സ്വോത്രം വരാത്തെ, അകത്തൊരു കൈഡി വരാത്തെ, അകത്തൊരു ആരാധന വരാത്തെ, പലതും പറഞ്ഞിട്ട് എന്താ ഒരു സ്വോത്രം വരാത്തെ? ഡെഡ് ബോഡി. ജീവനില്ല, അകത്ത് ജീവനില്ല, അകത്ത് യേശുവില്ല, അകത്ത് പ്രാർത്ഥനയില്ല, അകത്ത് ആരാധനയില്ല, ആത്മസാന്നിധ്യമില്ല, പരിശുദ്ധാത്മ നിയോഗമില്ല. ചത്തയിടമാകാതെ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വിദ്യാഭ്യാസത്തെക്കാൾ മുട്ടനൊരു ജോലി എനിക്കുണ്ടായിരുന്നു. 1-ാം തീയതി ആകുമ്പോൾ വലിയൊരു ശമ്പളം എനിക്ക് കിട്ടുമായിരുന്നു. 10-200 പേർ ആരാധിക്കുന്ന ഒരു സഭ എനിക്കുണ്ടായിരുന്നു വിദേശത്ത്. അതൊക്കെ വിട്ട് നല്ല പ്രായത്തിൽ സുവിശേഷ വിലക്കിറങ്ങിയത് അകത്ത് ജീവനുള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽ ആത്മാവിൽ നിന്നുകൊണ്ട് പറയാം, യേശുവാകുന്ന തലയെ മുറുകെ പിടിക്കണം. കർത്താവില്ലെങ്കിൽ ജീവിതം വട്ടപൂജ്യമാണ്. കർത്താവില്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റില്ല. യേശുവിനെ മുറുകെ പിടിക്കുന്ന സഭ, യേശുവുള്ള ആരാധന, യേശുവുള്ള കയ്യടികൾ, യേശുവുള്ള പ്രാർത്ഥന, യേശുവുള്ള ജീവിതമാകട്ടെ. എത്ര പേർ ഇന്ന് പകൽ പറയും, കർത്താവിനെ മുറുകെ പിടിക്കാൻ അതരങ്ങൾ തുറന്ന ആത്മാവിൽ കരകൾക്കൊന്ന് ചേർത്തടിച്ച് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച്, എല്ലാ കരകളും ഒന്ന് അടിച്ച് ഇന്ന് പകൽ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിച്ച്.
ഉടരബാല റഥല റഗദന റീമാന റഗദന ഓ റീമാന ശൈഡരാധന റംധന റഗദന. ഹല്ലേലൂയ. നാലാമത്തെ പദത്തിൽ വരുന്നു, സമയം പോകുന്നിരിക്കുന്ന നാലാമത്തെ പദം ദൈവികമായ വളർച്ച. ദൈവികമായ വളർച്ച എന്നുള്ളത് ഈ ലേഖനത്തിൻ്റെ കോണ്ടസ്റ്റിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വളരുക. ഒന്നുറക്കെ പറഞ്ഞേ, വളരുക. ഓ, നിങ്ങളൊന്ന് തുറന്ന് പറഞ്ഞേ, വളരുക. ഞാനും ഫാസ്റ്റിക്കുക, നിങ്ങളും ഫാസ്റ്റിക്കുക. അവർക്ക് പറഞ്ഞു വളരുക. തളരാനല്ല പറഞ്ഞത്, വളരുക, വളരുക, വളരുക. 10 പറഞ്ഞേ, ആത്മാവിലെന്ന് പറഞ്ഞേ, വളരുക, വളരുക, വളരുക. വളർച്ച ആർക്കാ ആഗ്രഹമില്ലാത്തത്? നിങ്ങളെല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ രാജ്യത്ത് വന്നത് അല്ലേ? മിണ്ടുന്നില്ല അല്ലേ? നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി രാജ്യത്ത് വന്നത്, എങ്ങനെയെങ്കിലും വളരാനാണ് ഇവിടെ രാജ്യത്ത് വന്നത്. വളർച്ച ആർക്ക് ആഗ്രഹമില്ലാത്തത്? ഈ ലോകത്തെ എല്ലാവരെയും നയം, ആ പറയാതെ തന്നെ നയത്തിൻ്റെ നയപ്രഖ്യാപനമാണ് വളർച്ച എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. വളരുക, 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 വളരുക. ഇന്ന് പകൽ ആത്മാവിൽ പറയാം, നാം ഒന്ന് വളർന്നാൽ നമ്മുടെ കുടുംബം വളരും, നാം ഒന്ന് വളർന്നാൽ നമ്മുടെ സഭ വളരും, നാം ഒന്ന് വളർന്നാൽ നമ്മുടെ ചുറ്റുപാടും വളരും. ഒരു വളർച്ചയ്ക്ക് വേണ്ടി ദൈവസഭ ആഗ്രഹിക്കണം. സമസ്ത മേഖലയിലും എനിക്കൊരു വളർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ തളർത്തിക്കളയുന്ന, ജനത്തെ പരാജയപ്പെടുത്തുന്ന, നല്ല പ്രായത്തിൽ തളർത്തിക്കളയാൻ വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ശാസിക്കുകയാ. ജനം താഴെ വളരട്ടെ, കുടുംബങ്ങൾ വളരട്ടെ, തലമുറകൾ വളരട്ടെ, സഭ വളരട്ടെ. ഉടരമന ശൈഡരാധന ഹംദരാധന അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലങ്ങൾ വളരട്ടെ. ഉടരമ ശൈഡരാധന ഹംദരാധന. ആമേൻ. വളർച്ച നമുക്കുണ്ടാകണം. വളർച്ചയാണ്, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, നമുക്കൊരു വളർച്ച ഉണ്ടായേ മതിയാകുകയുള്ളൂ. ആമേൻ. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ടിരിക്കുന്നു വളരണമെന്ന്? സ്തോത്രം. അയ്യോ, അതുപോലും ആഗ്രഹമില്ലയോ? തളരണമെന്നാണ് ആഗ്രഹം, വളരണമെന്ന് ആഗ്രഹം ഉണ്ടാവട്ടെ. എനിക്കിവിടെ നിൽക്കുമ്പോൾ എൻ്റെ 53-ാമത്തെ വയസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ വളർച്ച ഇത് പോരാ, എൻ്റെ സ്തോത്രം ഇത് പോരാ, എൻ്റെ ആരാധന ഇത് പോരാ, എൻ്റെ കൈയടി ഇത് പോരാ, എൻ്റെ പ്രാർത്ഥന ഇത് പോരാ, എൻ്റെ പാട്ടുകൾ ഇത് പോരാ, എൻ്റെ പ്രസംഗം ഇത് പോരാ എന്ന് അകത്ത് വലിയ ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വളർച്ച ഇത് പോരാ തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് പകൽ നമ്മെ വളർത്താൻ കഴിയുന്ന കർത്താവിടെ ഉണ്ട്. ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മെ വളർത്താൻ കഴിയുന്ന ആത്മസാന്നിധ്യത്തുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. വളരുക, വളരുക, സ്തോത്രം, വളരുക. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് 2 മനുഷ്യനുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എത്ര മനുഷ്യനുണ്ട്? ഒത്തിരി മനുഷ്യനുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. 2 മനുഷ്യനുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരും, സ്കൂളിലെ മനുഷ്യൻ, കോളേജിലെ മനുഷ്യൻ, വീട്ടിലെ മനുഷ്യൻ, സഭയിലെ മനുഷ്യൻ. അതല്ല ഞാൻ പറയാൻ പോകുന്നത്. അതുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചല്ല അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമൊന്നുമില്ല, ഞാനത് പറയാൻ പോകുന്നുമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾ വീട്ടിൽ ആരാണെന്നും സഭയിൽ ആരാണെന്നും വെളിയിൽ ആരാണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എത്ര മനുഷ്യരുണ്ടെന്ന് അറിയാമല്ലോ. മിണ്ടുന്നില്ല. സ്വത്രം എന്ന് പറഞ്ഞാട്ടെ. അല്ലേ? അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ടത് നമുക്ക് 2 മനുഷ്യരുണ്ട്. ഒന്ന് ആത്മമനുഷ്യൻ, 2 ജഡമനുഷ്യൻ. ഒന്ന് വിസിബിൾ മാൻ, കാണപ്പെടുന്ന മനുഷ്യൻ, കാണപ്പെടാത്ത മനുഷ്യൻ. ആത്മമനുഷ്യൻ രക്ഷിക്കപ്പെടാൻ നിയോഗമുണ്ടായ, സ്നാനപ്പെടാൻ നിയോഗമുണ്ടായ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായി, ഈ വചനം കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ആത്മസാന്നിധ്യം വരുന്നെങ്കിൽ ആ അകത്തൊരു മനുഷ്യനുണ്ട്. ആത്മമനുഷ്യൻ ഉള്ളത് കൊണ്ടാണ്. സ്വത്രം ചെയ്യാമോ? ആമേൻ. അതാണ് കാണപ്പെടാത്ത മനുഷ്യൻ, ആത്മമനുഷ്യൻ. കാണപ്പെടുന്ന മനുഷ്യനാണ് നമ്മൾ ഓരോരുത്തർ. നിങ്ങൾക്ക് എന്നെ കാണാം, നല്ല ജടാനരകൾ ബാധിച്ച് കഷണ്ടിയൊക്കെ ആയി ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. കാണപ്പെടുന്ന മനുഷ്യനല്ലേ? കാണുന്നില്ല അല്ലേ? എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് കാണപ്പെടുന്ന മനുഷ്യൻ. കാണപ്പെടുന്ന മനുഷ്യൻ, അത് നമുക്ക് പേര് വിളിക്കും നമ്മൾ, കാണപ്പെടുന്ന മനുഷ്യൻ. അപ്പോൾ കാണപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, കാണപ്പെടാത്തൊരു മനുഷ്യനുണ്ട്. കാണപ്പെടാത്ത മനുഷ്യനാണ് ആത്മമനുഷ്യൻ, കാണപ്പെടുന്ന മനുഷ്യനാണ് ജഡമനുഷ്യൻ. ഈ ജഡമനുഷ്യൻ വളരും. ജഡമനുഷ്യൻ വളരത്തില്ലേ? മിണ്ടുന്നില്ല. വളരത്തില്ലേ? വളരും. ഈ പുറമേ ഉള്ള മനുഷ്യൻ, ജഡമനുഷ്യൻ വളരും. വളരാൻ വേണ്ടി നല്ല ആഹാരം കഴിച്ചാൽ മതി. എന്നാ വേണം? മിണ്ടുന്നില്ല. നല്ല ആഹാരം. ഇഷ്ടപ്പെട്ട ആഹാരം എന്നാ? ഇപ്പോൾ പറയണ്ട, പിന്നെ പറഞ്ഞാൽ മതി. പുറമേ ഉള്ള മനുഷ്യൻ വളരാൻ നല്ല ആഹാരം കഴിച്ചാൽ മതി. സ്തോത്രം. എന്നാലും മിണ്ടത്തില്ല. നല്ല ആഹാരം കഴിക്കാൻ പറഞ്ഞാലും മിണ്ടത്തില്ല. അതാണ് നമ്മുടെ രീതി. പുറമേ ഉള്ള മനുഷ്യൻ വളരാൻ നല്ല ആഹാരം കഴിച്ചാൽ മതി. ഇനി എത്ര ആഹാരം കഴിച്ചാലും പുറമേ ഉള്ള മനുഷ്യന് 21 വയസ്സ് വരെ വളരൂ. എത്ര വയസ്സ് വരെ വളരൂ? ഓ കണ്ടോ, സ്തോത്രം പോയി, ഗ്ലോറിയും പോയി.
48-ാമത്തെ വയസ്സിലേക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. വളരാൻ കൈ വളരില്ല, കാല് വളരില്ല, നീളം വെക്കില്ല, വച്ചത് വെച്ചു. 21 വയസ്സ് വരെ വളരൂ. മിണ്ടുന്നില്ല. സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം. എത്ര ആഹാരം കഴിച്ചാലും ഒരു ജഡമനുഷ്യൻ 21 വയസ്സ് വരെ വളരും. പിന്നെ ആഹാരം കഴിച്ചാലും വളരില്ല, വളയത്തേ ഉള്ളൂ. മിണ്ടുന്നില്ല. മനസ്സിലായി? പലരൊക്കെ വയറൊക്കെ ചാടി, ഞങ്ങളുടെയൊക്കെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വോത്രം ചെയ്താട്ടെ. സ്വോത്രം. പിന്നെ ആഹാരം കുറേ അധികം കഴിച്ചുകൊണ്ടിരുന്നാൽ വളയത്തേ ഉള്ളൂ, വളരില്ല. മനസ്സിലായോ? പിന്നെ ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കണം. കൈയുടെ നീളം വെക്കണത് 21 വയസ്സ് വരെ ഉള്ളൂ. കാലിൻ്റെ നീളം വെക്കുന്നത് 21 വയസ്സ് വരെ ഉള്ളൂ. വലിച്ചു നീട്ടാൻ ശ്രമിക്കണ്ട. പിന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയാണ്. എന്നാൽ അകത്തൊരു മനുഷ്യനുണ്ട്, ആത്മമനുഷ്യൻ. ആ ആത്മമനുഷ്യൻ വളരുന്നത് അതിന് പ്രായമില്ല, കാലമില്ല, സമയമില്ല. ഏത് കാലത്തിലും അത് വളർന്നുകൊണ്ടിരിക്കും. മരിക്കുന്നത് വരെ, ഇവിടുന്ന് പോകുന്നവരെ, കർത്താവിൽ മറയുന്നത് വരെ അകത്തെ മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കും. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? യേശു ക്രിസ്തുവിൽ വളരുക. ആമേൻ. എങ്ങനെയാ? വരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ നിറഞ്ഞും ക്രിസ്തു എന്ന തലയോളം വളരുക. ആമേൻ. മരിക്കാൻ കിടക്കുന്ന 98 വയസ്സുള്ള അമ്മച്ചിയും മരിക്കാൻ നേരം സുവിശേഷം പറയാൻ നിയോഗമുണ്ടാകുന്നത് അകത്തെ മനുഷ്യന് വളർച്ചയുള്ളത് കൊണ്ടാണ്. അകത്തെ മനുഷ്യൻ്റെ വളർച്ച അതിന് കാലമില്ല, അതിന് സമയമില്ല, അതിന് ഏത് കാലഘട്ടത്തിൽ അത് വളരും. ആമേൻ. പ്രതികൂലത്തിലും വളരുന്ന ഒരു മനുഷ്യൻ, ആത്മമനുഷ്യൻ. നല്ല കാലത്തും കെട്ടകാലത്തും ആത്മമനുഷ്യൻ വളരും. എത്ര പേര് പറയും ഒരു ആത്മമനുഷ്യൻ്റെ വളർച്ചയാണ് നമുക്ക് ആവശ്യമുള്ളത്? ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ വളരണം. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ വളർന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. പക്ഷേ സമയമായി, എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം. അന്ന് പെട്ടെന്ന് നിർത്താൻ സമയമായെന്ന് പറയും. സ്തോത്രം. ഓർക്കർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അല്ലേ? ഈ ആത്മമനുഷ്യൻ വളരണം. ആത്മമനുഷ്യൻ വളരണം. അതിനെക്കുറിച്ചാണ് അടുത്ത നിങ്ങളോട് പറയാൻ വരുന്നത്. നാം ഒന്ന് ആത്മമനുഷ്യനിൽ വളർന്നാൽ അത് നമ്മുടെ സമസ്ത മേഖലയിൽ ഒരു വളർച്ചയായി വ്യാപരിക്കും. ഉറക്കത്തിന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. ആത്മമനുഷ്യനിൽ ഒരു വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ ഒരിക്കൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ സ്തോത്രം എനിക്ക് പോരാ, ഈ പ്രാർത്ഥന എനിക്ക് പോരാ, ഈ ആരാധന എനിക്ക് പോരാ, ഈ വിശ്വാസം എനിക്ക് പോരാ, ഈ ദൈവകൃപ എനിക്ക് പോരാ, ഈ അഭിഷേകം എനിക്ക് പോരാ. ഇത് പോരാ. അകത്തെ മനുഷ്യനിൽ ഒരു ചലനം എനിക്കുണ്ടാകണം. അകത്തെ മനുഷ്യനിൽ ഒരാത്മസാന്നിധ്യം എനിക്കുണ്ടാകണം. പ്രാർത്ഥിക്കാറ് നിയോഗം എനിക്ക് കിട്ടണം. അകത്തെ മനുഷ്യ ദൈവത്തിന് സംവേദനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് ഒരിക്കൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ വളർച്ച ഉണ്ടാകണം. സമയം കണ്ടപ്പോൾ പ്രസംഗം നിർത്താൻ സമയമായല്ലോ. അകത്തെ മനുഷ്യനിൽ എങ്ങനെയാണ് വളരുക? എങ്ങനെയാണ് വളരുക? ഈ ലേഖനത്തിൽ 15 കാര്യം പറയുന്നുണ്ട്. 1-2 കാര്യം വേഗത്തിൽ പറഞ്ഞു നിർത്താം. എൻ്റെ പ്രസംഗം ഞാൻ കട്ട് ഷോട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് അകത്തെ മനുഷ്യൻ വളരുക? അകത്തെ മനുഷ്യൻ വളരുന്നത് എങ്ങനെയാണ്? വായിച്ചു കേൾപ്പിച്ചേ. 6-ാം അധ്യായം 2-ാം അധ്യായം 6-ാം വാക്യം മുതൽ. കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6-2 വായിച്ചാട്ടെ. വേഗത്തിൽ വായിച്ച. ബൈബിളൊക്കെ അടച്ചു വെച്ച് സിബിട്ടോ ഉറക്കെ വായിച്ചാട്ടെ. 2-6 മുതൽ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. താഴോട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെ ക്രിസ്തു യേശുവിൽ വളരാം? ഒന്ന്, അപ്പോസ്തലൻ പറയുന്ന ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനെ സ്വീകരിക്കുന്നവരാകുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശുവിനെ സ്വീകരിച്ചവരാ. യേശുവിനെ സ്വീകരിച്ച കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ടും കൈ പൊക്കുക, ജാക്കി കൊണ്ട് പൊക്കുന്നുമല്ല, ഒന്ന് കൈ പൊക്കിയാട്ടെ. നിങ്ങളൊന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ കൈക്കൊള്ളുക എന്നുള്ള പദം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂലഭാഷാന്തരത്തിൽ ക്രിസ്തുവിൽ ജനിച്ചിട്ടുള്ളവർക്ക് ക്രിസ്തുവിൽ വളരാമെന്ന, യേശു ക്രിസ്തുവിൽ ജനിക്കുക എന്ന പദമാണ്. യേശു ക്രിസ്തുവിൽ ജനിക്കുക. യേശുവിൽ വളരണമെങ്കിൽ യേശുവിൽ ജനിക്കണം. നിങ്ങൾക്കറിയാം, ജനിക്കാത്ത ഒരു കുഞ്ഞും വളർന്നിട്ടില്ല. വളരുമോ? മിണ്ടുന്നില്ല. ജനിക്കാത്ത കുഞ്ഞു വളരുമോ? കഷ്ടം. മിണ്ടുന്നില്ല. ജനിക്കാതെ വളർന്നവരാണെന്ന് തോന്നുന്നു ഇരിപ്പ് കാണുമ്പോൾ. ജനിക്കാത്ത കുഞ്ഞു വളരുമോ പാസ്റ്ററേ? ഇല്ല. ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും ഒരു കുഞ്ഞ് വളരും. വളർന്ന് പുറത്തേക്ക് വരും. അതിന് നമുക്ക് വിളിക്കുന്ന പേരാ ഡേറ്റ് ഓഫ് ബർത്ത്. ഓർമ്മയുണ്ടോ ഡേറ്റ് ഓഫ് ബർത്ത്? നമ്മൾ ഓർത്തിൽ നാട്ടുകാരെല്ലാം ഓർപ്പിക്കുന്നുണ്ടല്ലേ? സ്തോത്രം. ഉറക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ജനിച്ച കുഞ്ഞേ വളരൂ എന്നതുപോലെ
യേശു ക്രിസ്തുവിൽ ഒരു ദൈവ പൈതൽ വളരണമെങ്കിൽ യേശു ക്രിസ്തുവിൽ ജനിക്കണം. ആമേൻ. യേശു ക്രിസ്തുവിൽ ജനിക്കണം. നമ്മുടെ വിചാരം ഇതൊരു സുവിശേഷ യോഗത്തിന് പ്രസംഗിക്കേണ്ട പ്രസംഗമാണ്. നല്ല, ഇവിടെ പ്രസംഗിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ആത്മാവ് എന്നെ അതിലേക്ക് നയിച്ചത്. സ്വോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വീണ്ടും ജനിക്കാത്ത ഒരാളും യേശുവിൽ വളരില്ല. ക്രിസ്തുവിൽ ജനിക്കാത്ത ഒരാളും ക്രിസ്തുവിൽ വളരില്ല. വീണ്ടും ജന്മാനുഭവം ഉണ്ടാകണം. സ്തോത്രം. കർത്താവിൽ ജനിച്ചിട്ടുണ്ടോ പ്രിയരെ? വീണ്ടും ജന്മം ഉണ്ടായിട്ടുണ്ടോ പ്രിയരെ? ഒരു പുതിയ മനുഷ്യനായിട്ടുണ്ടോ പ്രിയരെ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ യേശു വളരാനായിട്ട് പറ്റുകയുള്ളൂ. എങ്ങനെ വീണ്ടും ജനിക്കുമെന്ന് പറയുന്നത് നമുക്കറിയാം. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് പള്ളിയിൽ കറക്റ്റായിട്ട് പോകുന്ന, എന്നെ കേൾക്കണേ, പള്ളിയിൽ ഒരു യോഗം മുടക്കാതെ കറക്റ്റായിട്ട് പോകുന്ന, ദാനധർമ്മം ചാരിറ്റി ചെയ്യുന്ന, പതാരം ദശാംശം കൊടുക്കുന്ന, ഓഫറിങ് കൊടുക്കുന്ന, പള്ളിയിൽ പ്രമാണി, അതിൻ്റെ അർത്ഥം പള്ളിയിൽ പാസ്റ്റർക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ, സ്വർഗരാജ്യം കാണണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. നമ്മളെ ഈ വീണ്ടും ജനിച്ചു എന്ന് നമ്മൾക്ക് തോന്നുന്നത് പള്ളിയിൽ കറക്റ്റായിട്ട് വരുന്നതിനാണ്. വീണ്ടുന്നില്ല. പള്ളിയിൽ കറക്റ്റായിട്ട് വരുന്നതല്ല വീണ്ടും ജന്മം. അതിൻ്റെ അർത്ഥം വരാതിരിക്കരുത്. എത്ര അവസരം ഉണ്ടായിട്ടും പള്ളിയിൽ വരാതിരിക്കുന്നവരുണ്ടല്ലോ, അതിനേക്കാൾ നിങ്ങൾ മെച്ചമല്ലേ? മിണ്ടുന്നില്ല. നിങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞാൽ സ്വോത്രം വരത്തില്ല. സ്വോത്രം. ദശാംശം കറക്റ്റ് കൊടുക്കുന്നതല്ല വീണ്ടും ജനം കൊടുക്കുന്ന നിങ്ങൾ മെച്ചമല്ലേ? മിണ്ടുന്നില്ല. സ്വോത്രം പോയി. ഇവിടെ പറയും നാട്ടിൽ കൊടുക്കും, നാട്ടിൽ കൊടുക്കുന്ന നാട്ടിൽ പറയും ഇവിടെ കൊടുക്കും. ഇവിടെ എവിടെ കൊടുക്കും എന്നുള്ളതാണ് പ്രശ്നം. സ്വോത്രം. ഗ്ലോറി. മിണ്ടുന്നില്ല. സ്വോത്രമൊക്കെ പോയി. ആമേൻ. ചാരിറ്റി ചെയ്യുന്നില്ലേ? കുറഞ്ഞ പക്ഷം സെക്കൻഡ് ഹാൻഡ് എടുത്ത കടയിൽ പോയി 3 രൂപയ്ക്ക് ഒരു പാൻറ് മേടിച്ചില്ലേ? ഗ്ലോറി. മിണ്ടുന്നില്ല. ചാരിറ്റി ചെയ്യുന്നില്ലേ? സ്വോത്രം. അപ്പോൾ അത് മെച്ചമല്ലേ? നല്ല കാര്യം. സ്വോത്രം. പള്ളിയിൽ പ്രമാണിയല്ലേ? പാസ്റ്റർ കൈക്കാരനല്ലേ? സ്വോത്രം. ഇത് 4 കാര്യം പോരായോ വീണ്ടും ജനിച്ചു എന്നറിയാൻ? കർത്താവ് പറഞ്ഞു, ഇതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. ആക്ടിവിറ്റീസ് അല്ല വീണ്ടും ജനിച്ചു എന്ന് പറയുന്നത്. അകത്ത് യേശു വരുന്നതിനാ വീണ്ടും ജനിച്ചു എന്ന് പറയുന്നത്. ആക്ടിവിറ്റീസ് അല്ല. ആക്ടിവിറ്റീസ് അത്യാവശ്യമാണ്. എൻ്റെ മക്കളൊക്കെ, എൻ്റെ മോന് നന്നായിട്ട് പാടുന്ന ആളെ മക്കളൊക്കെ നിന്ന് പാടുന്ന കാണുമ്പോൾ അപ്പനായി എനിക്ക് ഉള്ളി വലിയ സന്തോഷമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയാം, പാടുന്ന നല്ല കാര്യം, മര്യാദ ജീവിച്ചില്ലേ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയും. ഓത്രം പോയി. കീബോർഡ് വായിക്കാൻ ആർക്കും അറിയാൻ മേത്തെ? AR റഹ്മാനൊക്കെ എന്നെ വായനക്കാരനാ. മിണ്ടുന്നില്ല. സ്വോത്രം പോയി. ആശ്രയ ഇനി എന്നെ വിളിക്കാനും സാധ്യതയില്ല. സ്വോത്ര. ഹല്ലേലൂയ. ഗിറ്റാർ വായിക്കാൻ ആർക്കറിയാൻ മേത്തെ? ആർക്കറിയാം? നമ്മളെ ഒന്നും എത്തിയിട്ടില്ല. സൂപ്പർ ആൾക്കാർ വേറെ ഉണ്ടെന്നേ. അതിന് വീണ്ടും ജനിക്കണോ? ആമേൻ. ഹല്ലേലൂയ. അതൊന്നും അല്ല വീണ്ടും ജനിച്ചു ലക്ഷണം. അകത്ത് യേശു വരുന്നതാ വീണ്ടും ജനിച്ചു ലക്ഷണം. സ്വഭാവം മാറുന്നതാ, പുതിയതാകുന്നതാ, ആത്മമനുഷ്യനാകുന്നതാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലത്തിലും പുതുക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ വീണ്ടും ജനിക്കുന്നത്? വെള്ളത്താലും ആത്മാവിനാലും. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ദ വേർഡ്, ദൈവത്തിൻ്റെ വചനമാണ്. വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചവനെയാണ് സ്ഥാനപ്പെടുത്തേണ്ടത്. ഇനി സ്ഥാനപ്പെട്ടവരെല്ലാം കയ്യിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വോത്രം. മിണ്ടുന്നില്ല. ശരിക്കും പെട്ടോ പെട്ടില്ലോ എന്നിട്ട് മടിയുണ്ട് പാസ്റ്ററെ. സ്ഥാനപ്പെട്ടവരൊക്കെ രല്ലിൽ പറഞ്ഞാട്ടെ. വീണ്ടും ജനിച്ചിട്ടേ സ്ഥാനപ്പെടുത്താവൂ. സ്ഥാനപ്പെടുമ്പോൾ അനുഭവിക്കുന്നതല്ല വീണ്ടും ജന്മം. സ്വോത്രം ചെയ്യാമോ? പണ്ടേ നമ്മുടെ ബാവുച്ചെറിയാൻ പാസ് പറയുന്ന ഉദാഹരണമുണ്ട്. ഇന്നേക്ക് ഒരു 90 വർഷം മുമ്പ് കോഴഞ്ചേരിയിൽ ഒരു അവറാച്ചാൻ ഉണ്ടായിരുന്ന കോഴഞ്ചേരിയിൽ അവറാച്ചാൻ്റെ കട, ഒരു പലരിക്കടയാണ്. പലരിക്കെന്ന് പറഞ്ഞാൽ അറിയാവുന്ന എല്ലാ ഉള്ളൊരു കട. പണ്ട് ഒറ്റ കടയേ ഉള്ളൂ കോഴഞ്ചേരിയിൽ, അവറാച്ചാൻ്റെ കട. അവറാച്ചാനെ ആരാണ്ട് നിർബന്ധിച്ച് കയ്യബ്രാം സാറിൻ്റെ കൺവെൻഷൻ ഉണ്ട്. കയ്യബ്രാമെന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയില്ല, അവിടെ വരെ എത്തിയിട്ടില്ല നമ്മൾ. സ്വോത്രം. കയ്യബ്രാം സാറിൻ്റെ പ്രസംഗത്തിൽ അവറാച്ചാനെ നിർബന്ധിച്ച് ആരെ കൊണ്ടുപോയി. അവറാച്ചാൻ അവിടെ ചെന്ന് ഈ കയ്യബ്രാം സാറിൻ്റെ പ്രസംഗം കേട്ടിട്ട് അങ്ങ് മാനസാന്തരപ്പെട്ടു. അകത്ത് യേശു വന്നു, രക്ഷിക്കപ്പെട്ടു, കൈപൊക്കി. കയ്യബ്രാം സാർ പ്രാർത്ഥിച്ചാണ് വിട്ടത്. പിറ്റേന്ന് മുതൽ ആ നാടിൻ്റെ കട, ഒറ്റ കടയേ ഉള്ളൂ. ഇവിടുത്തെ പോലെ ഈ കടകൾ ഒരുപാടില്ല, ഒറ്റ കടയേ ഉള്ളൂ. അവറാച്ചാൻ്റെ 90 വർഷം മുമ്പാണ്. പിറ്റേന്ന് മുതൽ അവറാച്ചാൻ്റെ കടയിൽ നിന്ന് സാധനം മേടിക്കുന്നവർക്കെല്ലാം കൂടുതൽ സാധനം കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരു അന്നമാമ ചോദിച്ചെന്നാണ് പറഞ്ഞ. അന്നമാമ, അവറാച്ച കണക്ക് തെറ്റിയെന്ന് തോന്നുന്നല്ലോ, ഇന്നിപ്പോൾ മേടിച്ച പഞ്ചാരയ്ക്ക് കൂടുതൽ കിട്ടിയല്ലോ. അപ്പോൾ അവറാച്ചാൻ പറഞ്ഞാൽ ഇപ്പോഴാ ശരിയായിട്ട് കിട്ടിയെന്ന്. സ്വോത്രം പറയാമോ?
അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ 1 കിലോയ്ക്ക് 850 ഗ്രാം കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോഴാണ് 1 കിലോ കിട്ടി തുടങ്ങിയത്. ഇതിനാണ് വീണ്ടും ജനനം. മനസ്സിലായൊരു സ്വോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്ന് പറഞ്ഞത് പുതിയ ആളാകുന്നതാണ്, പുതിയ സൃഷ്ടിയാകുന്നതാണ്. ഞങ്ങളുടെ ഫെലോഷിപ്പിൽ, ഞാൻ ഉൾപ്പെടുന്ന ഫെലോഷിപ്പിൽ സംഭവിച്ചൊരു കാര്യമാണ്. പല ഉദ്ദേശിച്ചവരും പറഞ്ഞു എന്നെ കേൾക്കണേ. സ്വോത്രം. ഞങ്ങളുടെ ഫെലോഷിപ്പിൽ ഒരു ജോയലിൻ്റെ കഥയാണ് പറയുന്നത്. ഇവിടെ ആരും ജോയൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ജോയൽ തന്നെയാണ്. സ്ഥലവും സമയം പറയത്തില്ല. നിങ്ങളിനി പൈസ എൻ്റെ കൂടുതൽ തരാൻ ഭാഷയെ പറയാമെന്ന് പറയാനും ഞാൻ പറയത്തില്ല. കാരണം ജോയൽ എനിക്ക് പ്രിയപ്പെട്ടവനായിപ്പോൾ. സ്വോത്രം. ജോയലിൻ്റെ പള്ളിയിലെ എല്ലാവരും മുങ്ങി. 16 കെസിയ മുങ്ങി, 17 ആശിലി മുങ്ങി, 18 ജോയൽ മുങ്ങി, 19 ആശർ മുങ്ങി, എല്ലാവരും മുങ്ങി. ജോയലിനോട് അമ്മ ചോദിക്കുന്നു, മോനെ ജോയലെ നീ മുങ്ങുന്നില്ലയോ? എന്ത് മുങ്ങലായി പറയുന്നേ? സ്നാനപ്പെടുന്നില്ലയോ? ജോയലിൻ്റെ അപ്പൻ ഗൾഫിലായിരുന്നു. ജോയലെ നീ മുങ്ങുന്നില്ലയോ ചോദിച്ച് ജോയലൊടുവിൽ 20ാമത്തെ വയസ്സിൽ പറഞ്ഞു, ഞാൻ മുങ്ങാം എന്ന് പറഞ്ഞു. മുങ്ങാന്ന് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ജോയൽ നമ്മയോട് സോപ്പിട്ട് പറഞ്ഞു, എനിക്കൊരു ബൈക്ക് മേടിച്ചെന്ന് ഞാൻ മുങ്ങാന്ന് പറഞ്ഞു. എന്താണ്? ഞാനൊരു ബൈക്ക് മേടിച്ചെന്നാ മുങ്ങാം. ഇത് കേട്ട അമ്മ പറഞ്ഞു, ബൈക്ക് കൊടുത്താലും വേണ്ടില്ല, മുങ്ങി രക്ഷപ്പെട്ടില്ലേ. ഗ്ലോറി. എൻ്റെ പ്രസംഗം തീരത്തില്ല സഹോദരി, എന്നാലങ്ങ് പറഞ്ഞു പോവുക. ഇരിപ്പ് കാണുമ്പോൾ പറയുക ഗ്ലോറി. അത്ര അമ്മ വിളിച്ച് അപ്പനോട് പറഞ്ഞു, നമ്മുടെ ജോയൽ മുങ്ങാന്ന് പറഞ്ഞു. അപ്പൻ ഒത്തിരി ഗ്ലോറി പറഞ്ഞു. ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പിറ്റേന്ന് ജോയൽ സഭയെ സാക്ഷ്യം പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണം. ഇത് കേട്ട പാസ്റ്റർ ഒത്തിരി ഗ്ലോറി പറഞ്ഞു. സ്വോത്രം. അപ്പോൾ ജോയൽ എന്ന് പറയുക, പാസ്റ്ററെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് മുങ്ങണം, എത്രയും പെട്ടെന്ന്. ഉടനെ പാസ്റ്റർ പറയാം, ജോയലെന്ന് വെയിറ്റ് ചെയ്യുക, അടുത്ത ഫാസ്റ്റ് പറയാകട്ടെ. നോ, എനിക്കിപ്പം മുങ്ങണം. സ്വോത്രം. നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ മുട്ടിച്ച് ജോയൽ അവസാനം അടുത്ത ഞായറാഴ്ച വലിയ പാടുപെട്ട് വലിയ ബുദ്ധിമുട്ടിച്ച്. പാസ്റ്ററൊക്കെ എന്ത് ബുദ്ധിമുട്ടിയെന്നറിയാം അവനെ മുക്കാനായിട്ട്. കാരണം ഇത്രയും പെട്ടെന്ന് മുങ്ങുമെന്ന് ആരും വിചാരിച്ചില്ല. ജോയൽ അടുത്ത ഞായറാഴ്ച രാവിലെ സ്നാനക്കുളത്ത് ഇറങ്ങി മുങ്ങി കൈ പൊങ്ങിയതും ജോയൽ വിളിച്ചു പറഞ്ഞു, അമ്മേ അപ്പയോട് പറ ബൈക്ക് എത്രയും പെട്ടെന്ന്. ബൈക്കിന് വേണ്ടി അമ്മയെ പ്രസാദിപ്പിക്കാനും അപ്പനെ പ്രസാദിപ്പിക്കാനും പ്രായം കഴിഞ്ഞും കൂടെയുള്ളവർ മുങ്ങുന്നത് എവിടെയാണ്? വീണ്ടും ജനിച്ചത്. ശരിക്കും വീണ്ടും ജനിച്ചോ നിങ്ങൾ? വീണ്ടും ജനം സംഭവിച്ചത് ഇരിപ്പ് കണ്ടറിയാം, അവൻ്റെ പാട്ട് കേട്ടാലറിയാം, അവൻ്റെ ആരാധന കേട്ടാലറിയാം. ഞായറാഴ്ച സഭായം മുടക്കി കറങ്ങാൻ പോകുന്നവനല്ല വീണ്ടും ജനിച്ചവൻ, മാനസാന്തരപ്പെട്ടവനാണ് വീണ്ടും ജനിച്ചവൻ. ഓത്രം. സൗദി അറേബ്യയിൽ 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. 2 വർഷം 4 വണ്ടി കയറി, വെറും 800 റിയാൽ. സ്വന്തമായിട്ടൊന്നും ആയിട്ടില്ല, ഒരു വീട് പോലും ഇല്ല, രക്ഷപ്പെട്ടിട്ടില്ല. അനിയന്മാരൊക്കെ ഇപ്പോൾ ആൽബനിയിലെ സഭ പാസ്റ്റർ സന്തോഷ് തരീനൊന്നും രക്ഷപ്പെട്ടിട്ടില്ല, അവരൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. ഞാനായിരുന്നു മൂത്ത മകൻ. ഒന്നും ആയിട്ടില്ല, ചോർന്നൊലിക്കുന്ന വീട്, 3 നേരം ആഹാരം പോലും ഇല്ല. പക്ഷേ 800 റിയാൽ ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോൾ 4 വണ്ടി പിടിച്ച് ഞാൻ വ്യാഴാഴ്ച വൈകിട്ട് ആരാധനയ്ക്ക് വരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒക്കെ തുടങ്ങാത്തൊരു പാഷൻ ആരാധനയെക്കുറിച്ച്. തിരിച്ചു പോകുമ്പോൾ 2 പേർ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഇനി അടുത്ത വ്യാഴാഴ്ച കാണാൻ പറ്റൂ, പൊട്ടി കരഞ്ഞേച്ച് പോകും. ഇതായിരുന്നു ദൈവത്തോടുള്ള ബന്ധം. അതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഞാനോട് കാര്യം പറയാം, അടങ്ങാത്തൊരു ബന്ധം അകത്തുണ്ടാകണമെങ്കിൽ ഒരു വീണ്ടും ജനനം അകത്തുണ്ടാകണം. ഉറക്കുന്ന സ്തോത്രം ചെയ്യാമോ? അങ്ങനെ ജനിച്ച ഒരാൾക്ക് മാത്രമേ യേശുവിൽ വളരാനായിട്ട് പറ്റുകയുള്ളൂ. യേശുവിൽ വളരണമെങ്കിൽ ഒന്ന് വീണ്ടും ജനനം ഉണ്ടാകണം. ഇനി എങ്ങനെ വളരുക? ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനോട് കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മ മലയാളത്തിൽ ഇംഗ്ലീഷ് വയ്ക്കുന്ന വാക്ക് വിത്ത് ഗോഡ്, യേശുവിനോട് കൂടെ നടക്കുക. ആമേൻ. രക്ഷിക്കപ്പെട്ടവരെ, വീണ്ടും ജനിച്ചവരെ, നമ്മുടെ സഞ്ചാരപഥം മാറണം, നമ്മുടെ അനുതാപം മാറണം, നമ്മുടെ പിൻപറ്റൽ മാറണം. അന്ന് മുതൽ നമ്മുടെ കാൽച്ചുവടുകൾ യേശുവിൻ്റെ കൂടെയാകണം. യേശുവിനെ അനുഗമിക്കാൻ, യേശുവിനെ പിൻഗമിക്കാൻ, യേശുവിനെ ആരാധിക്കാൻ, യേശുവിനോട് കൂടെ നടക്കാൻ എത്ര പേർ തയ്യാറാകും? ആമേൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ അവൻ എനിക്കൊരു മാതൃക വെച്ചു പോയി. കാലം കണ്ട, ചരിത്രം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകാ പുരുഷൻ, അനുഗമിക്കാൻ കൊള്ളാകുന്ന, പിൻഗമിക്കാൻ കൊള്ളാകുന്ന, കണ്ടുപഠിക്കാൻ കൊള്ളാകുന്ന, ഫോളോ ചെയ്യാൻ കൊള്ളാകുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. നാം ആരാധിക്കുന്ന യേശുവാണ്. യേശു മാത്രം മാതൃകാ പുരുഷൻ എന്ന് ഉറപ്പുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അനുഗമിപ്പാൻ കൊള്ളാകുന്ന ഒരൊറ്റയാളേ ഉള്ളൂ. ഞങ്ങളോട് ചോദിക്കട്ടെ കുഞ്ഞെ, ആരാ നിൻ്റെ ഹീറോ? ആരാ നിൻ്റെ മോഡൽ? ആരാ നിൻ്റെ ഗൈഡ്? സാക്ഷാൽ യേശുവിനെ പിൻപറ്റാൻ തയ്യാറായാൽ ഈ തലമുറയിൽ പരാജയപ്പെട്ടു പോകയില്ല.
യേശുവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ ഇന്ന് പകൽ ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. യേശുവിനെ അനുഗമിച്ചാൽ ജീവിതം പരാജയപ്പെട്ടു പോകുകയില്ല. ഇന്ന് പകൽ ജീവിതം തകർന്നു പോയ ആരെങ്കിലും ഉണ്ടോ? ഉടഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടോ? ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? തള്ളിക്കളയപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ആർക്കും വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പ്രവചനാത്മാവിൽ ദൂത് പറയുന്നു. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളുടെ വഴികളെ തുറക്കുന്ന, നിങ്ങളുടെ കൂടെ നിർത്തുന്ന, വേണ്ടതൊക്കെ നൽകുന്ന, ആര് മറന്നാലും മറക്കാത്ത, തള്ളിക്കളയാത്ത, പ്രസവിച്ച അമ്മ മറന്നാലും മറക്കാത്ത, ലോകാവസാനം കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് കൂടെ നടക്കാൻ ഇന്ന് പകൽ ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ചിലരമേൽ ദൈവത്തിന്റെ കരം തുറക്കട്ടെ, ദൈവത്തിന്റെ വഴി തുറക്കട്ടെ. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കാൻ ഈ തലമുറയിൽ തയ്യാറാകണം. ആമേൻ. എങ്ങനെ യേശുവിനെ അനുഗമിക്കുക? 4 കാര്യം പറയാം. ഒന്ന്, അപ്പൻ മകൻ ബന്ധത്തിൽ. രക്ഷിക്കപ്പെട്ടവർ കിട്ടിയ ഒരു നല്ല പദമാണ് പുത്രത്വം. രക്ഷിക്കപ്പെട്ടവർ അവനെ കൈകൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം. രക്ഷിക്കപ്പെടുമ്പോൾ അന്ന് മുതൽ നാം ദൈവത്തിൻ്റെ മകനാണ്, അപ്പനാണ്. നമുക്കൊരപ്പനുണ്ട്. വേദപുസ്തകം മാത്രമേ ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ സമ്മതിക്കുന്നുള്ളൂ. നമുക്കൊരപ്പനുണ്ട്. ആ അപ്പൻ്റെ നല്ല മകനായ യേശുവിന് കൂടെ നടക്കാൻ എത്ര പേർ നമ്മൾ തയ്യാറാകും? ഒരു നല്ല ഇടയൻ്റെ പിന്നാലെ നല്ല അജഗണങ്ങളായി, നല്ല ആടുകളായി യേശുവിനെ അനുഗമിക്കാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകും? ആമേൻ. ഒരു നല്ല ഗുരുവിൻ്റെ പിന്നാലെ നല്ല ശിഷ്യനായി യേശുവിനെ അനുഗമിക്കാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകും? കാലം കണ്ട, ചരിത്രം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു നമ്മുടെ കർത്താവാണ്. ആ ഗുരുവിൽ നിന്ന് കേട്ടുപഠിച്ചും ആ ഗുരുവിനെ കണ്ടുപഠിച്ചും നല്ല ശിഷ്യനാകാൻ എത്ര പേർ ഇന്ന് പകൽ തയ്യാറാകും? ആമേൻ. നല്ല യജമാൻ്റെ പിന്നാലെ നല്ല ദാസനായി, നല്ല ഡൂലോസായി യേശുവിനെ അനുഗമിക്കാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് പകൽ അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം പറയാം. യേശുവിനെ അനുഗമിക്കുമ്പോൾ കർത്താവുമായിട്ട് നല്ല ബന്ധമുള്ള മകനാകാൻ, കർത്താവുമായിട്ട് നല്ല ബന്ധമുള്ള ശിഷ്യനാകാൻ, കർത്താവുമായിട്ട് നല്ല ബന്ധമുള്ള ആടുകളാകാൻ, കർത്താവുമായിട്ട് നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ ദാസനാകാൻ തയ്യാറായാൽ ഈ തലമുറയിൽ ഞാൻ നിങ്ങളും പരാജയപ്പെടാത്ത നല്ല യേശുവിനെ അനുഗമിക്കുന്നവരായി മാറും. ഉറക്കുന്ന സ്തോത്രം ചെയ്യാമോ? കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? കർത്താവ് ഈ പദപ്രയോഗങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ഒത്തിരി വാക്കുകളുണ്ട്. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ 10 പ്രഖ്യാപനമുണ്ട്. 1ാമത്തെ പ്രഖ്യാപനം വന്നപ്പോഴേ പലരും കൂട്ടം വിട്ടുപോയി. കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുന്നവനത്രേ എൻ്റെ ശിഷ്യന്മാരാകും. കർത്താവ് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ചു. ഒരുവൻ എൻ്റെ പിന്നാലെ നടക്കാൻ, അനുഗമിക്കാൻ, പിൻഗമിക്കാൻ, നടക്കാൻ തയ്യാറായാൽ തന്നെത്താൻ ത്യജിച്ച്, ഡിനേ ചെയ്ത്, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. അവർക്ക് സ്തോത്രം ചെയ്യാമോ? കർത്താവ് പറഞ്ഞു, അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, വസ്തുക്കളേക്കാൾ അധികം എന്നെ സ്നേഹിക്കാത്ത ഒരാൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്നത് കാനഡയിലാണെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ എവിടെ കൊള്ളുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. എന്നാലും അങ്ങ് പറഞ്ഞു വെച്ച് പോകുക. ഇനി നാളോടെ വരാൻ പറ്റിയില്ലെങ്കിലോ, എത്ര കാലം മുകളിലുണ്ടെന്ന് അറിയില്ലല്ലോ, ഒരു ഷോർട്ട് വിസിറ്റ് ആണല്ലോ, എല്ലാ ഞായറാഴ്ച മീറ്റിംഗ് ഇവിടെ അല്ലെങ്കിൽ ദേവദാസന്മാർ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞായറാഴ്ച ഇവിടെ വരാൻ യാതൊരു സാധ്യതയില്ല. ഞായറാഴ്ച ഇതാക്കി കസാരകാലിയാണെങ്കിൽ മറ്റുള്ള യോഗം പറയുകയും വേണ്ടല്ലോ. അതുകൊണ്ട് വിനയത്തോടെ പറയുക, ഈ തലമുറയിൽ യേശുവിനെ അനുഗമിക്കണം. എല്ലാറ്റിനേക്കാളും ആഴമായി യേശുവിനെ സ്നേഹിക്കുന്നവരാകണം. ആമേൻ. കർത്താവ് പറഞ്ഞു, അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, വസ്തുക്കളേക്കാൾ അധികം എന്നെ സ്നേഹിക്കാത്തവർക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ലെന്ന് യേശു പറഞ്ഞു. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഭാര്യ വേണ്ടാന്നാണോ? അപ്പനും അമ്മയും വേണ്ടാന്നാണോ? മക്കൾ വേണ്ടാന്നാണോ? കർത്താവ് പറഞ്ഞത് വസ്തുക്കളോ വീടോ വേണ്ടാന്നാണോ കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞതല്ല. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുക. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, അമ്മ സെമിത്തേരി കൊണ്ട് വിട്ടുപിരിയും. അമ്മ സെമിത്തേരി കൊണ്ട് പിരിയും. 2023 ജൂലൈ മാസം 6-ാം തീയതി അമേരിക്കയിൽ ഒക്കലഹോമയിൽ ഷാരോൻ്റെ കോൺഫറൻസ് പ്രസംഗിക്കാൻ ഞാൻ അമേരിക്ക വന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയത്. കോൺഫറൻസ് പ്രസംഗിച്ചില്ല, ഞാൻ തിരിച്ചു പോയി. എൻ്റെ അപ്പനെ എത്ര സമയമില്ലെങ്കിലും ആഴ്ച ഒരിക്കൽ എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ പോകും. മാതാപിതാക്കളെ സ്നേഹിക്കണം. ഉറക്കത്തിന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഹല്ലേലൂയ. അപ്പനമ്മയും വേണ്ടാന്ന് കർത്താവ് പറയും. കർത്താവിൻ്റെ അർത്ഥം, അമ്മ സെമിത്തേരി കൊണ്ട് വിട്ടുപിരിയും.
അപ്പൻ സെമിത്തേരി കൊണ്ട് വിട്ടുപിരിയും. ഭാര്യ മാറ തടിച്ചലച്ച് കരഞ്ഞ് സെമിത്തേരി വീട്ടിലേക്ക് പോകും. ഭർത്താവ് സെമിത്തേരി കൊണ്ട് വിട്ടുപിരിയും. മക്കൾ സെമിത്തേരി കൊണ്ട് വിട്ടുപിരിയും. നാം സഞ്ചരിച്ച വാഹനം സെമിത്തേരിക്ക് അപ്പുറം വരികയില്ല. നാം പാർത്ത ഭവനം സെമിത്തേരിക്ക് അപ്പുറം വരികയില്ല. നമ്മുടെ വിദ്യാഭ്യാസം സെമിത്തേരിക്ക് അപ്പുറം വരികയില്ല. നമ്മുടെ ജോലി സെമിത്തേരിക്ക് അപ്പുറം വരികയില്ല. നമ്മുടെ ശുശ്രൂഷകൾ സെമിത്തേരി കൊണ്ട് നിൽക്കും. നമ്മുടെ പാട്ടുകൾ സെമിത്തേരി കൊണ്ട് നിൽക്കും. നമ്മുടെ പ്രവചനവരം സെമിത്തേരി കൊണ്ട് നിൽക്കും. നമ്മുടെ കൃപാവരം സെമിത്തേരി കൊണ്ട് നിൽക്കും. എന്നാൽ മരണത്തിനപ്പുറം വരുന്നൊരു ബന്ധമുണ്ട്. ഉലകത്തിലെ സകല ബന്ധങ്ങളും, ഉലകത്തിലെ സകല സമ്പാദ്യങ്ങളും, ഉലകത്തിലെ സകലതും മരണം കൊണ്ട് പിരിയുമ്പോൾ ഒരു പിരിയാ ബന്ധമുണ്ട്. ഒരു പിരിയാ ബന്ധമുണ്ട്. ഒരു മാറാത്ത ബന്ധമുണ്ട്. ഒരിക്കലും മറക്കാത്തൊരു ബന്ധമുണ്ട്. അത് സാക്ഷാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ഇത് പിരിയാ ബന്ധമാണിത്. ഇത് പിരിയാ ബന്ധമാണിത്. യുഗകാലം വരെയും. മരിച്ചാലും കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ കുഞ്ഞെ? എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. മരിച്ചാലും കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? മരണം എത്തുന്ന നേരത്തൊക്കെ ആരെങ്കിലും അരികിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ ആഗ്രഹം. പക്ഷെ മരിച്ചാലും കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? മരണം കൊണ്ട് തീരില്ലേ? കോടുന്നപ്പോൾ നമ്മൾ പിടിച്ചതല്ലേ ഇറ്റലിയിലും ജർമ്മനിയിലുമൊക്കെ അനേക കിടങ്ങൾ ആളിലെ കുഴിച്ചിടുന്നത്. മരിച്ചാലും കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒറ്റയാളേ ഉള്ളൂ. ഒറ്റയാൾ. അതാരാ? നാം ആരാധിക്കുന്ന യേശുവാ. കൂരിരുളിൻ്റെ താഴ്വരയിലും കടന്നു വരുന്ന ഒരു കർത്താവ്, മരണനിഴലിൻ്റെ താഴ്വരയിലും മറക്കാത്തൊരു ദൈവം. ഭാര്യ മാറിപ്പോകുമ്പോൾ, ഭർത്താവ് മാറിപ്പോകുമ്പോൾ, മാതാപിതാക്കൾ വിട്ടുപിരിയുമ്പോൾ, ഇവിടെ നേടിയതും ഇവിടെ കണ്ടെത്തിയതും ഒക്കെ മറന്നു പോകുമ്പോൾ, മരിച്ചാലും മാറാത്തൊരു കർത്താവ് ഉണ്ടെങ്കിൽ ആ യേശുവിനെ ആരാധിക്കാൻ എത്ര പേർ തയ്യാറാകും? എത്ര പേർ ഇന്ന് പകൽ പറയും ഐ ലവ് യു ജീസസ് മോർ ദാൻ എനിത്തിങ്? അതിൻ്റെ സകലത്തെക്കാൾ യേശുവിനെ സ്നേഹിക്കുന്നു പറയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ഒടുവിൽ യേശുവിൽ സ്ട്രോങ് ആകാൻ എത്ര പേരുണ്ട്? ഇന്ന് പകലെന്ന് പറഞ്ഞ് കർത്താവേ, ഞാൻ അങ്ങേ ആഴമായി സ്നേഹിക്കുന്നു. സകലത്തെക്കാളധികം, എൻ്റെ അപ്പനേക്കാളധികം, എൻ്റെ അമ്മയെക്കാളധികം, എൻ്റെ ജോലിയെക്കാളധികം, എൻ്റെ വീടിനേക്കാളധികം യേശുവിനെ ആഴമായി സ്നേഹിക്കുന്നു പറയുന്നവർ കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചാട്ടെ. കരങ്ങളൊക്കെ ഒന്ന് ഉയർന്നിരിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചേ. എവരിബഡി ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും അടച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവെ, ഞാൻ അങ്ങേ ആഴമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ എല്ലാ കണ്ണുമടച്ചേ. കുഞ്ഞെ കണ്ണടയ്ക്ക്. നിൻ്റെ ജീവിതത്തിൽ യേശുണ്ടെന്ന് പറഞ്ഞേ. ഓ ലോർഡ്, ഐ ലവ് യു ലോർഡ്, ഐ ലവ് യു ലോർഡ്. കർത്താവോടെന്ന് പറയാമോ? എത്ര പേര് കർത്താവോട് പറയും കർത്താവെ, ഞാൻ അങ്ങേ ആഴമായി സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ ആഴമായി അങ്ങേ സ്നേഹിക്കുന്നു. കർത്താവെ, ആഴമായി അങ്ങേ സ്നേഹിക്കുന്നു. നമ്മുടെ കണ്ണുകളൊന്ന് നിറയട്ടെ. കുഞ്ഞെ, ദൈവം നിന്നെ സ്നേഹിച്ചതുപോലെ ലോകത്തിൽ ആരും നിന്നെ സ്നേഹിച്ചിട്ടില്ല. ചങ്ക് തുറന്ന് നിന്നെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്. ഓ റാമന റത്തല റഗതൻ. ആരും നിൻ്റെ കൂടെയില്ലെങ്കിലും മറക്കാത്തൊരു കർത്താവുണ്ട്. ആര് കൈവിട്ടാലും കൈവിടാത്തൊരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഞാൻ ആഴമായി സ്നേഹിക്കുന്നു പറഞ്ഞ് എത്ര പേരുണ്ട്? കാൽവരുടെ കുലക്കളത്തിൽ അവസാനത്തെ രക്തം വരെ ഊറ്റി നിന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ ആഴമായി സ്നേഹിക്കുന്നു പറഞ്ഞ ദൈവമക്കൾ കരകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പകലെന്ന് പറഞ്ഞേ. ഓ ഐ ലവ് യു ജീസസ് മോർ ദാൻ എനിത്തിങ്. ഉലകത്തിലെ സകലത്തെക്കാളപ്പുറം ഞാൻ യേശുവിനെ ആഴമായി സ്നേഹിക്കുന്നു പറയുന്ന എത്ര പേരുണ്ട്? കൈ രണ്ടും മറടൊന്ന് ചേർത്ത് വെച്ചേ. കൈ രണ്ടും ചങ്കോടൊന്ന് ചേർത്ത് വെച്ചേ. ഇന്ന് പകലെന്ന് പറഞ്ഞേ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. എത്ര പേര് പകൽ പറയും കർത്താവേ, അങ്ങയുടെ പിന്നാലെ. എല്ലാ കണ്ണുകളും അടച്ച്. വലിയ ആത്മനിയോഗം ഇതിനകത്ത് എനിക്കുണ്ട്. എൻ്റെ വാക്കുകൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇന്ന് പകലെന്ന് പറഞ്ഞ് കർത്താവേ, ഞാനങ്ങേ ആഴമായി സ്നേഹിക്കുന്നു. എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. ആരും കണ്ണു തുറക്കണ്ട. ഇവിടെ കർത്താവിൻ്റെ അതുല്യ സാന്നിധ്യമുണ്ട്. മാതാവേ, ഓ അതരം തുറന്ന് പറഞ്ഞേ കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബങ്ങൾ, ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന ഒരു തലമുറ ഈ പട്ടണത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഈ തലമുറയിൽ എഴുന്നേറ്റ് വരട്ടെ. എല്ലാ കണ്ണുകളും അടച്ചേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. കൈമാറോട് ചേർത്ത് വെച്ചേ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. നേസിക്കിറേ നേസിക്കിറേ ഓ നേസിക്കിറേ സയ്യാ
நேசிக்கிறே 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 യേശയ്യാ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക്. സമർപ്പണത്തോടെ പാടിയേ. പ്രിയനെ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനെ എന്നേശുനാഥ, നേസിக்கிறേ നേസിக்கிறേ. Oh Lord, I love you Jesus. യേശയ്യാ, നേസിக்கிறേ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്നു പകൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് വന്ന് കയറി പങ്കെടുത്ത ഒരാൾ പോലും ഇന്ന് പകൽ അങ്ങയുടെ സ്നേഹമറിയാതെ പോകല്ലേ കർത്താവേ. വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സഭയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും കുഞ്ഞിനെയും അനുഗ്രഹിക്കുന്നു. അങ്ങ് തന്ന യോഗത്തിൽ, അവിടുത്തെ ആത്മസാന്നിധ്യത്തിൽ, അവിടുന്ന് കൃപയിൽ ഈ സമൂഹത്തെ അനുഗ്രഹിക്കുകയാണ്. എല്ലാ വിടുതലുകളും ദൈവം അയക്കണമേ. അത്ഭുതം ദൈവം ചെയ്യണമേ. ഈ തലമുറയിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ഉപയോഗിക്കണമേ. ഈ തലമുറയിൽ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പട്ടണത്തിൽ വന്ന് ആര് ലജ്ജിച്ചു പോകാൻ ഇടവരലേ കർത്താവേ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ചേർത്തടിച്ച ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ശക്തിയോടെ. എന്നെ കേട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. വീണ്ടും കാണാം.